നമ്മുടെ ഷെഡ്യൂളിൽ പ്രിന്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സസ്പെൻസ് ഐറ്റം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ടു സീ ദി ഓഡിയൻസ് സ്റ്റിൽ ഹിയർ ലൈവ് ആൻഡ് ത്രൈവിങ്. കാരണം ഇത് മിസ്സാക്കാൻ താല്പര്യം ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സെഷനാണ്. ഇവിടെ ഭക്ഷണത്തോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ച് ഒരുപാട് സംസാരം നടന്നു. ആ സിനിമയുടെ സംസാരം നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഫ്യൂച്ചറിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ 2050, മലയാള സിനിമ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചർച്ചയാണ് ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് പാനൽ കമ്മിങ് ഹിയർ ഓൺ സ്റ്റേജ്. ഇന്നലെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സംഗീത രംഗത്തുമൊക്കെയായി വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതത്തെക്കുറിച്ച്, ശബ്ദങ്ങളെക്കുറിച്ച് ഒരു സെഷൻ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട്. ദാറ്റ് വാസ് ക്യൂറേറ്റഡ് ബൈ ദ ക്യൂ സ്റ്റുഡിയോ. അതിൻ്റെ തന്നെ ഒരു continuation of that series എന്ന് വേണമെങ്കിൽ പറയാം. This session is being moderated by Manish Narayan, who is the editor and chief executive officer of the Q. മലയാള സിനിമയെക്കുറിച്ചുള്ള എല്ലാ സംസാരങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം മനീഷിൻ്റെ മുഖം. ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത അദ്ദേഹമാണ്. And joining Manish on stage for this conversation is a stellar array of 3 artists. 2 of them writer, director, and 1 is an artist who needs no introduction. താഴെ കുറച്ച് ഫോട്ടോ എടുപ്പിൻ്റെ ബഹളങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് നൽകാം. അതിനുശേഷം I'll call our guests on stage. വേദിയിലേക്ക് കടന്നു വരുന്നു അജു വർഗീസ്, മിഥുൻ മാനുവൽ തോമസ്, അരുൺ ചന്തു ആൻഡ് മനീഷ് നാരായൺ. അജു വർഗീസിനെ ഞാൻ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ശരിയാവില്ല. എന്ത് പറയാനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടനെ പറ്റി. ഓം ശാന്തി ഓശാനയുടെ റൈറ്ററായി തുടങ്ങി ആട് എന്ന ഗംഭീര സിനിമ നമുക്ക് സമ്മാനിച്ച് ഓസ്ലറിലും ടർബോയിലും വരെ എത്തി നിൽക്കുന്ന മിഥുൻ മാനുവൽ തോമസ്. ആൻഡ് അരുൺ ചന്തുവിനെ പറ്റി ഒരു സ്പെഷ്യൽ കാര്യം ഒന്ന് എടുത്ത് പറയാനുണ്ട്. വി ആർ അറ്റ് ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025. 2040 നടക്കുന്ന കഥ ഗഗനചാരി എന്ന സിനിമയിലൂടെ ഓൾറെഡി ഫ്യൂച്ചറിലേക്ക് പോയ ആളാണ് അരുൺ ചന്തു. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി ഡെഫിനറ്റ് ആയിട്ടും ഒരു വിഷൻ ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളാണ്. നൗ ഓവർ ടു യു മനീഷ് നാരായൺ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ജെൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിലെ ക്യൂ സ്റ്റുഡിയോ ക്യൂറേറ്റ് ചെയ്ത സെഷൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ സിനിമ 2050 ആണ്. വളരെ രസകരമായി മുന്നോട്ട് പോകാവുന്ന വിഷയമാണെന്ന് തോന്നുന്നു. അപ്പോൾ മിഥുൻ മാനുവൽ തോമസ് ഉണ്ട്, അരുൺ ചന്തു ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. മിഥുനിൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. മിഥുൻ അങ്ങനെ ഒരു കൗതുകം കലർത്തി ചോദിച്ചാൽ, നമ്മൾ എത്തിക്കുന്നത് 2050 സിനിമയിൽ സംഭവിച്ചേക്കാവുന്ന സാങ്കേതികമാവും ആയും ഒരു സർഗാത്മകമായിട്ടൊക്കെ സംഭവിച്ചേക്കാവുന്നൊരു മാറ്റം എന്നുള്ളത് ഏത് തലത്തിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ആദ്യം മൂത്താശാരി എന്നുള്ള നിലയ്ക്ക് അരുൺ മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അരുണിൽ നമുക്ക് തുടങ്ങാം. അതെ അതെ, അരുൺ പക്ക. ആ യെസ്, 50 കണ്ണും പൂട്ടി വിചാരിച്ചോ? സിനിമ നമ്മളിപ്പോൾ കാണുന്ന ഫോമിൽ നിന്ന് എവല്യൂഷൻ സംഭവിക്കുന്നത് തീർച്ചയാണ്. പക്ഷെ അവൻ ഓൾറെഡി ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് ഗഗനചാരി 2-ന്. ഫിലിം മേക്കിങ്ങിൻ്റെ സാധ്യതകളാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഒരു 2050 ആകുന്ന സമയത്ത് സിനിമ കുറച്ചുകൂടെ ഹൈബ്രിഡായിട്ട് ചിലപ്പോൾ നമുക്ക് VR-ഉം ആഗ്മെൻറ്റ് റിയാലിറ്റിയും ഒക്കെ അതിലേക്ക് കൂടുതൽ സെൻസേഴ്സ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സിനിമ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊക്കെ ആ രീതിയിലുള്ള അപ്ഗ്രഡേഷൻസ് വരാം. എക്സ്പീരിയൻസും കുറച്ച് ആ രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4DX എന്നൊക്കെ പറഞ്ഞ് കാണുന്ന കുറച്ച് ഗിമ്മിക്കുകളല്ലാതെ ഒറിജിനലി ചിലപ്പം നമ്മൾ സെൻസസിനൊക്കെ ഇവോക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു മീഡിയം ആയിരിക്കും 2050 എത്തുന്ന ഫിലിം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കൂട്ടിച്ചേർത്തോ? കൂട്ടിച്ചേർക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ സിനിമ ഉരുത്തിയപ്പോൾ 4DX വരെ എത്തി. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ സെൻസുകളെയൊക്കെ ഇവോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കുന്ന ഓഡിറ്റോറിയംസിന് ഒരുപാട് മാറ്റങ്ങൾ വരാം. ചിലപ്പം മറ്റേ VR ഗ്ലാസ്സുകളുടെ സാധ്യത എത്രത്തോളം ഉണ്ടായിരിക്കുന്നില്ല. ചിലപ്പോൾ ഈ സ്ക്രീൻ പോലും ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ല. സ്പെഷ്യലി എക്യുപ്ഡ് ഗ്ലാസ്സസുമായിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് അതും വന്നേക്കാം. പിന്നെ ഫിലിം മേക്കിങ്ങിൽ തന്നെ നമ്മളിപ്പം നമ്മൾ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന
കുറേ സംഭവങ്ങൾ പിന്നെ സി ജിയിൽ ചേർത്ത്, അത് ഗ്രീൻ മാറ്റ് ആയിരിക്കും, അവിടെ ഇങ്ങനെ ഒരു പുഴയുണ്ടായിരുന്നു മലയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സാധനം അത് തന്നെ ഇപ്പം ഡിജിറ്റൽ വാളുകളിലേക്ക് വന്ന് അതിനുശേഷം അതും മാറി വേറൊരു തരം ഷൂട്ടിംഗ് പ്രൊസീജിയർ വന്നു. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ബാക്ക് ഡ്രോപ്പുകളൊക്കെ ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ AI-ൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയൊക്കെ വരുന്ന പുതിയ തരം സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഫിലിം മേക്കിങ്ങിനെ കുറച്ചും കൂടി ഈസി ആക്കുന്ന രീതിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചിലപ്പം ഒരു സിനിമയിൽ തന്നെ ലൈവ് ക്യാരക്ടേഴ്സും കുറേ AI ക്യാരക്ടേഴ്സും കൂടെ വരുന്ന ഫ്യൂഷനൊക്കെ ചിലപ്പം സംഭവിച്ചു എന്ന് വരാം. പിന്നെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധ്യതയില്ലാത്ത ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ഒരു AI കഥാപാത്രം തന്നെ ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ആയി മാറുന്ന, ഒരു സൂപ്പർ ആക്ട്രസൊക്കെ ആയി മാറുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാം. ഇപ്പോൾ തന്നെ അഡിഡാസിൻ്റെ പരസ്യം ഇന്നലെ ഇറങ്ങിയത്, മറ്റേ ഇന്നലെ മിനിങ്ങാന്ന് AI മാത്രമുള്ളത്. അങ്ങനെ കണ്ടാൽ നമുക്ക് ഹ്യൂമൻ മോഡൽസ് അഭിനയിച്ചതുപോലെ അത്രയും പെർഫെക്ഷനിൽ അഡിഡാസിൻ്റെ ആദ്യത്തെ ടോട്ടലി AI ജനറേറ്റഡ് ആഡുകൾ വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ ചിലപ്പം നമ്മുടെ കോസ്റ്റാറുകളൊക്കെ ചിലപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അങ്ങനത്തെ ആളുകൾ വന്നേക്കാം. അപ്പം മമ്മൂക്കാൻ്റെ AI നമ്മൾ വേറെ വളരെ ജോഫിൻ വളരെ വിദഗ്ധമായിട്ടും ഭംഗിയായിട്ടും അത് ചെയ്തിട്ടുണ്ട്. അപ്പം ടെക്നോളജി എങ്ങനെ മാറുന്നു അതിനനുസരിച്ചുള്ള ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ, റാൻഡം ചേഞ്ചസ്, ക്വിക്ക് ചേഞ്ചസ് സിനിമയിൽ ഉറപ്പായിട്ടും വരും. അപ്പം അരുൺ പറഞ്ഞ പോലെ ഫിലിം മേക്കിങ്ങിനെ കുറച്ചും കൂടെ ഈസി ആക്കുന്ന രീതിയിലായിരിക്കും വരും. ഒരുപക്ഷെ ഒരു 100 കോടി 200 കോടി 300 കോടി പടങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ നിന്ന് നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസ്റ്റോപ്പിയൻ സിനിമയൊക്കെ ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ അരുൺ ചെയ്തതിൻ്റെ ഒരു 10 ഇരട്ടി മാഗ്നിറ്റ്യൂഡൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ സിനിമ ഒരു പക്ഷേ ടെക്നോളജി നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും മാറുകയും ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മളും അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ തന്നെ കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കുന്ന സിനിമാ കൊട്ടകളുടെ രൂപവും ഇപ്പോൾ പ്രൊജക്ടർ മാറി വലിയ വാള് ചില ഇല്ലടാ അരുണെ, മറ്റേ സ്ക്രീൻ മാറിയിട്ട് വാൾ വെക്കുന്ന പ്രൊജക്ഷൻ ഇല്ലാതെ പിന്നിലൊരു വാൾ മാത്രം വെച്ച് അതിൽ ഡിസ്പ്ലേ വരുന്ന സംവിധാനങ്ങളൊക്കെ ഓൾറെഡി പല തിയേറ്ററുകളിൽ ഇപ്പോൾ പരീക്ഷിച്ച് തുടങ്ങി. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഫിലിം പ്രൊജക്ടർ എന്ന് പറയുന്നതിൻ്റെ അത് തന്നെ ചിലപ്പം ഫ്യൂച്ചറിൽ ഇല്ലാതായേക്കാം. അങ്ങനെ ഒരുപാട് റാപ്പിഡായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് 2050 പ്രതീക്ഷിക്കാം. അജു ഈ പറഞ്ഞതിൻ്റെ തുടച്ചില്ല, നേരത്തെ പറഞ്ഞിപ്പം നമ്മൾ 25 വർഷത്തിനപ്പുറത്തുള്ള കാര്യമാണ് ചോദിച്ചെങ്കിലും ഈ 2025 ഇറങ്ങുന്നൊരു സിനിമയിൽ മമ്മൂട്ടി ശബ്ദം കൊണ്ട് മാത്രം പെർഫോം ചെയ്യുകയും മമ്മൂട്ടിയുടെ പ്രസൻസ് പൂർണ്ണമായിട്ടും AI-യിൽ ഉണ്ടാവുമെന്ന് നമ്മളാരും മുമ്പേ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും സാങ്കേതികവിദ്യയിൽ വരുന്ന മാറ്റം കൂടെ ചേർത്താൽ പറയുന്നത്. അജു സംസാർ അജു ഒരു പെർഫോമറാണ്. അപ്പോൾ 25 വർഷം കഴിയുന്ന സമയത്ത് പെർഫോമിംഗ് സ്പേസിലേക്ക് കൂടി ഈ സാങ്കേതികവിദ്യയുടെ ഒരു കടന്നുവരവുണ്ടാവല്ലോ. നേരത്തെ ഇപ്പം തന്നെ ഒരുപാട് ആക്ടറുടെ AI വേർഷൻ ഉണ്ടാക്കാം, DIG എന്നൊക്കെ AI-യിൽ പോകാമെന്നൊക്കെ കരുതല. ശരിക്കും എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം? എന്താ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ടെക്നോളജി ഒരു ക്രാഫ്റ്റിനെ, ഒരു മീഡിയത്തെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് ഞാനും വളരെ കൗതുകത്തോടെ ഇവർ പറഞ്ഞതും അത്യാവശ്യം ഇപ്പം മിഥുൻ ചെയ്യാൻ പോകുന്നൊരു സിനിമയിൽ അതിൻ്റെ ആവശ്യകത ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ചന്തു ഓൾറെഡി ആ റൂട്ടിൽ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങി. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇപ്പം ആസ് എൻ ആക്ടർ, ചേട്ടൻ പറഞ്ഞ ഈ ചോദ്യം നമ്മളുടെ ഒരു ഓർഗാനിക് പ്രസൻസിനെ ഇത് പോസിറ്റീവായിട്ട് എന്ത് തരും എന്നുള്ളതോ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളതോ രണ്ടും ചോദ്യങ്ങളായിട്ട് നിൽക്കാം. പോസിറ്റീവായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ചന്തു ഇപ്പം ചെയ്യാൻ പോണ വല എന്നും പറഞ്ഞൊരു സിനിമ, അത് കേരളത്തിൻ്റെ ആദ്യത്തെ സോംബി സിനിമയായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സിനിമയിൽ ചന്തു എന്നെ കാണിച്ചു തരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോകത്ത് കിട്ടാവുന്ന ബെസ്റ്റ് ടെക്നോളജിയുടെ സഹായത്തോടെ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെ കൺസെപ്ച്വലൈസ് ചെയ്യാൻ ആണ് അദ്ദേഹം അത് യൂസ് ചെയ്യുന്നത്. അത് ഒരു ആക്ടർക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ എങ്ങനെ ഇരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിൽ, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പം നമുക്കറിയാത്തൊരു ലോകമാണ്, അറിയാത്തൊരു ഭൂപ്രദേശം, ടെറൈനൊക്കെ മാറുകയാണ്. അവിടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരേണ്ടത് ചിലപ്പോൾ ഹ്യൂമനോയിഡ്സിനോടായിരിക്കാം, മനുഷ്യരും ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ ഉണ്ടാവാം, അല്ലേ, സംസാരിക്കുന്ന പ്ലാന്റ്സ് വരെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഒരാൾ കഥ പറയുമ്പോൾ ഇയാൾക്ക് ഭ്രാന്താണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ കൺസെപ്ഷലൈസ് ചെയ്ത് നമ്മളെ കാണിക്കുമ്പം നമുക്കറിയാം ഈ ടെക്നോളജിയുടെ എല്ലാം സഹായത്തോടെ ഇതിങ്ങനെയാണ് വരാൻ പോണേ. അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഒരു പെർഫോമറിന് കിട്ടുന്നത്. അല്ലെങ്കിൽ പെർഫോമർ ക്ലൂലെസ് ആയിരിക്കും. ഞാൻ പലപ്പോഴും ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം
ക്ലൂലെസ് ആയിരുന്നു. കാര്യം ഇതെന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലായി ഇവിടേക്ക് ഇത്രയും മാറ്റങ്ങൾ. അത് ആ വിഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാൻഡ് ഇത് ഷെയർ ചെയ്യുന്നത് ചിലപ്പം അദ്ദേഹത്തിൻ്റെ VFX സൂപ്പർവൈസിങ് ടീമിനോടായിരിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ. അതിന് എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന് ഒരുപാട് സഹായകരമാവും ഇവർക്ക് കിട്ടുന്ന സഹായം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് ആക്ടേഴ്സ് ഉണ്ടാകുമോ എന്നുള്ളത്, തീർച്ചയായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ എൻഹാൻസ് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് ഒരു പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൂപ്പർ ആക്ടർ, സൂപ്പർ സ്റ്റാറിനെ നമുക്ക് കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ടൈംസിൻ്റെ കുറച്ച് സീനുകൾ വേണം അല്ലേ? നമുക്കിപ്പോൾ ഒരു ഓപ്ഷനും ഇല്ല അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുവരാനൊന്നും. നമുക്ക് ഈ ടെക്നോളജിയുടെ എന്ത് ഹെൽപ്പും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു 5 സീനുണ്ട് ഫ്ലാഷ് ബാക്ക്, നമുക്ക് അദ്ദേഹത്തെ തന്നെ ഫ്ലാഷ് ബാക്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മുഖത്തെ കാസ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ആയിട്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ അറിയില്ല, അങ്ങനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. സഹായകരമായി മാറട്ടെ. ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതായത് നമ്മളിപ്പം നിൽക്കുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രി, ഇപ്പം എനിക്ക് തോന്നുന്നൊരു 10-20 വർഷം മുമ്പ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ തീം നമ്മൾ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ നമ്മളെ കൺസ്ട്രെയിൻ ചെയ്യുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് വൈസ് റിസോഴ്സസ് നമ്മളെ കൺസ്ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു വേദി അല്ലെങ്കിൽ അതിൽ നമ്മളെ ഇനേബിൾ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഉണ്ട്. സോ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു പ്രോജക്റ്റിനകത്ത്, അത് കോടമ്പക്കത്തെ 80s നമ്മൾ കാണിക്കുക ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ഞാനും അജുവേട്ടനൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനകത്ത് നമുക്കെല്ലാം ഇഷ്ടമുള്ള ജയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം ഒരു ബാറിലൊരു അടി ഉണ്ടാകുന്ന സമയത്ത് ആ അടിക്കിടയിൽ പ്രൊട്ടോഗണിസ്റ്റുകളെ അത്രയും നേരവും മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് പ്രൊട്ടോഗണിസ്റ്റുകളുടെ നേരെ ഒരു അടി വരുമ്പോൾ തടയുന്നത് ജയനാണ്. അപ്പോൾ അത് ചിന്തിക്കാൻ ഈ കാലത്ത് നമ്മളെ ഇനേബിൾ ചെയ്യുന്ന ഒരു പൊസിഷനിലാണ് നമ്മളുള്ളത്. നേരത്തെ നമ്മളത് ചിന്തിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഇൻവോൾവ് ആവുന്ന ഗിമ്മിക്ക്, അതിനുള്ള ഒരു ഒറിജിനാലിറ്റി, അതിൻ്റെ ഔട്ട്കം ഇതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ ഭയങ്കര സ്കെപ്റ്റിക്കലായിരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ സമീപിക്കാനൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ ടെക്നോളജി നമ്മളതിനെ ഇനേബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ ഇപ്പം AI ഒരു ഏറ്റവും വലിയ പ്രശ്നം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സിന്തസൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ ഇത് ബേസിക്കലി. അപ്പോൾ ആ സിന്തറ്റിക്കലായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ്, നമ്മുടെ ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റിയും ബേസിക്കലി നമുക്കൊരു AI ഫാറ്റീഗ് ഉണ്ടാവും ഒരു 10 yearsനകത്ത്. അപ്പം ക്രിയേറ്ററാണ് അവിടെ അതിനെ എങ്ങനെ ആ ഫാറ്റീഗിനെ നമ്മൾ ഓവർകം ചെയ്യണം, അല്ല അതിനനുസരിച്ച് നമ്മൾ ഭയങ്കര രസമുള്ള ക്രാഫ്റ്റും വിഷനും ഒക്കെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഫാറ്റീഗ് ഉണ്ടാകും തന്നെ നമുക്ക് ഫിലിം മേക്കിങ്ങിലും കഥ പറച്ചിലിനകത്തും നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ടൂളുകളെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത. ഇതിൻ്റെ ഒരു തുടർച്ചയിൽ തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ പേഴ്സണലി നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റ് എടുത്ത് ഇപ്പം ആട് 3 എന്ന് പറയുന്ന ആ ഫ്രാഞ്ചൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടർഭാഗം വരാൻ പോവാണ്. നേരത്തെ മലയാള സിനിമ പറയുമ്പോൾ മലയാള സിനിമ ഇതര ഭാഷയിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യും. അവിടെയൊക്കെ നമ്മൾ കാണുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റിൽ ഏറ്റവും ലിമിറ്റേഷൻ ഉള്ള സമയത്ത് ഭാവനയുടെ കാര്യത്തിൽ ഒട്ടും ലിമിറ്റേഷൻ ഇല്ലാതെ സിനിമ ചെയ്യുന്ന ആളുകൾ പെർഫോമൻസിൻ്റെയും ഈ കാര്യത്തിലായിരിക്കും. പെർഫോമൻസും ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോമൻസ് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പം ആട് ആദ്യം ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു ബജറ്റിൻ്റെ കള്ളിക്കകത്തായിട്ട് ആലോചിക്കുന്നത്. ഈ ബജറ്റ് വരെയാണ് ഞാൻ എഴുതുന്ന ക്യാരക്ടർ. കാരണം ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് സിനിമ ചെയ്യുന്ന സമയത്ത് ഇമാജിനേഷന് ഈ ബജറ്റ് ലിമിറ്റേഷൻ ഉണ്ടാക്കുമല്ലോ. ആട് 2 ചെയ്യുന്ന സമയത്ത് ആട് 2 കുറച്ചുകൂടി വലുതാക്കി ചെയ്യാം. അപ്പോഴും ഈ ബോക്സ് ഓഫീസിലുള്ള കൃത്യമായൊരു കണക്കിലെത്തുന്ന ബജറ്റ് ചിന്തിക്കാൻ പാടുള്ളൂ. പക്ഷെ 3യുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മേജർ കൊളാബറേഷൻ വരാം, കേരളത്തിന് പുറത്തുള്ള പ്രധാന ബാനർ വരാം, സാധ്യമാവുന്ന ഒരറ്റം വരെ പോകാം അതിൻ്റെ ആലോചന എന്നുള്ളത്. ഈ 3 ഇപ്പം ഈ ആട് ഫ്രാഞ്ചൈസി തന്നെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മൾ ഒരേ സമയം തന്നെ ഒരു റൈറ്റർ ഡയറക്ടറുടെ ഇമാജിനേഷനും അതേസമയം തന്നെ മലയാളം സിനിമ എന്നുള്ള ലിമിറ്റേഷനും മുറിച്ച് കടക്കാൻ പറ്റുന്നതും മറികടക്കാൻ പറ്റുന്നതും എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ആട് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആട് 1 and 2 കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പം, ഇപ്പം ആട് പോലത്തെ ഒരു സിനിമ ആട് 1 പ്ലാൻ ചെയ്യുമ്പം, ഇപ്പോൾ ജയസൂര്യയുണ്ട്, വിനായകനുണ്ട്, പക്ഷേ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ബജറ്റാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് പോകാൻ പാടില്ല. ഇതിപ്പോൾ നമ്മളിപ്പോഴും സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഒരു സിനിമയ്ക്ക് ഒരു ബജറ്റ്, അതിൻ്റെ സ്റ്റാർ വാല്യൂ, അതിൻ്റെ ടെക്നീഷ്യൻ്റെ ക്രെഡിബിലിറ്റി, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ബജറ്റ് പ്ലാൻ ചെയ്യും. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ബജറ്റ് വളരെ പരിമിതമായൊരു ബജറ്റായിരുന്നു. അതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസായി. അപ്പോൾ ഒരു സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ് ഉണ്ടാവാനുള്ള ഗോൾഡൻ റൂളുകളിലൊന്ന്, ഇഫ് യു വാണ്ട് എ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ്, നിങ്ങൾ ചെയ്യേണ്ടത് മേക്ക് യുവർ സെക്കൻഡ് ഫിലിം എ സൂപ്പർ ഹിറ്റ്.
അപ്പോൾ ആ സാധനം ആട് 2-ൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുകൊണ്ട് ആട് 3 അല്പം കൂടി അല്ല, ഒരുപാട് വലിയ സിനിമയായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങൾ, പരീക്ഷണങ്ങൾ, പുതിയ സങ്കേതങ്ങൾ, കോൺസെപ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു മേജർ ജോണർ ഷിഫ്റ്റ് നമ്മൾ ആടിൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനൊരു വലിയ ബജറ്റും കാര്യങ്ങളുമൊക്കെ വേണ്ടി വരും. അതിപ്പോൾ പ്രൊഡ്യൂസർ എഗ്രി ചെയ്തിട്ടുണ്ട്, മേജർ കൊളാബുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം അരുൺ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ ആട് 3 കഴിഞ്ഞാലേ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സാധ്യമായ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവിലുള്ളൊരു സിനിമയാണ് ആട് 3. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാഴ്ചകൾക്ക് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്ന ഇപ്പോൾ മില്ലേനിയൽസ് ആയാലും ജെൻസി ആയാലും ജെൻ ആൽഫ ആയാലും ആളുകളുടെ കാഴ്ചാശീലങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്ക് എവ്രിബഡി ഹാസ് എ സെക്കൻഡ് സ്ക്രീൻ. നമ്മുടെ കയ്യിൽ ഉറങ്ങുമ്പോഴടക്കം നമ്മുടെ കയ്യിലൊരു സെക്കൻഡ് സ്ക്രീൻ ഉണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്ത കഥകൾ, പറഞ്ഞിട്ടില്ലാത്ത കഥകൾ അത് പറയുന്നതായതുകൊണ്ടാണ് മലയാള സിനിമ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സിനിമകളുടെ കണക്കെടുത്താൽ വിജയിച്ച സിനിമകൾ നോക്കുമ്പം എൻ്റർടൈൻമെൻറ്റിനൊപ്പം കണ്ടിട്ടില്ലാത്ത സിനിമ, ഭ്രമയുഗമൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു. ഇവൻ്റെ പടം നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒരുപാട് പുതിയ എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലാത്ത സിനിമകൾ അവതരിപ്പിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ്. പിന്നെ ഇറങ്ങാൻ പോകുന്നപ്പം എമ്പുരാൻ്റെ ടീച്ചർ വന്നു, നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ക്യാൻവാസിലാണ് സിനിമ വരുന്നത്. അപ്പം കണ്ടിട്ടില്ലാത്തത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ടെക്നോളജി നമ്മുടെ കൂടെ അരുൺ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ നമുക്ക് അഫോർഡബിളാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആട് 3-ലേക്ക് കടക്കുകയാണ്. അപ്പം എവിടെയോ തുടങ്ങിയ ഒരു പാവം വടംവലിക്കാർ ആട് 3 എത്തുമ്പോഴത്തേക്കും അവരുടെ പോക്കും യാത്രകളും എങ്ങോട്ടാണെന്നുള്ളത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ സർപ്രൈസ് ഫോർ ഓൾ ഓഫ് യു. അരുണിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം മിഥുൻ പറഞ്ഞതിലുണ്ടല്ലോ, ഇപ്പം ഗഗനചാരി എക്സ്പെരിമെൻ്റൽ സിനിമാ സ്വഭാവത്തിലാണ് വന്നത്. അജു 2 ഇൻ്റർവ്യൂവിലായിട്ട് അരുണിനെ കുറിച്ച് പറയാവുന്നതല്ല കൂടുതൽ പറഞ്ഞുകൊണ്ട് ഈ അജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറ്റവും. അപ്പോൾ ഈ പടവും കൂടി രക്ഷപ്പെട്ടില്ലെങ്കിൽ അല്ലേ ഗൾഫിൽ ജോലിക്ക് പോയിക്കോളാൻ പറയാണ്. അവിടെ ഗഗനചാരി പ്രേക്ഷകരെ ഏറ്റെടുക്കുകയാണ്. അതിൽ യൂത്ത്, അതിൽ അവർ തന്നെ അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ഡിമാൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ അവർ തന്നെ പറയുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റി എന്നാണ് നിങ്ങളതിൻ്റെ സ്പിൻ ഓഫ് വരുന്നത്. അതിൻ്റെ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ ഉറപ്പായും അതൊരു ബിഗ് സ്കെയിൽ ഫിലിമാണ്. അതിൻ്റെ പാരലലി ഒരു ഫസ്റ്റ് മലയാളം സോംബി ഫിലിമായിട്ട് വല അനൗൺസ് ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, എക്സ്പെരിമെൻ്റൽ സിനിമയാണെങ്കിലും ഇത് സക്സസ് ആവുക. ഇപ്പോൾ ആട് ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചനയാണ്, ഗഗനചാരി ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചനയാണ്. ഒരു ഔട്ട് ഓഫ് ബോക്സ് ആലോചന വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സക്സസ് പോയിന്റിൽ നിന്നാണല്ലോ നിങ്ങൾക്ക് വിശാലമായിട്ട് ആലോചിക്കാൻ പറ്റുന്നത്. 3 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ എത്തുന്നു, എന്നിട്ടും പ്രേക്ഷകരാൽ ഏറ്റെടുക്കപ്പെട്ടു. പേഴ്സണലി എവിടെയായിരുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു? കാരണം അതിനിടയിൽ നിങ്ങൾ തന്നെ 2 പടം വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഇതെനിക്കൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ആദ്യത്തെ 2 ഫിലിമും ഞാൻ വിചാരിച്ചൊരു ഓഡിയൻസിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല. എനിക്കൊരു ട്രൈബിനെ കിട്ടിയില്ല എൻ്റെ ഒരു സിനിമയെ അല്ലെ ഒരു വിഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഓഡിയൻസ്. അതെ, അപ്പം നമുക്ക് അങ്ങനെ ഇന്റേണലി ഒരു സപ്പോർട്ടും നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെന്തെങ്കിലും രക്ഷപ്പെടുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കൂടെ. പക്ഷേ അവരുടെ ആ ഒരു വിശ്വാസത്തെയും കൂടെ കണക്കിലെടുത്ത് തന്നെ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ എന്താണോ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായിരുന്നു എനിക്കൊരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഫോമി. എനിക്ക് സയൻസ് ഫിക്ഷനാണത്. അപ്പം അതിലത് ചെയ്യുന്നത് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യത്തെ സെറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ഒക്കെ US നമ്മൾ ഫസ്റ്റ് വിട്ടത്. അപ്പം അവിടുത്തെ ഓഡിയൻസിൻ്റെ ലൈവ് പ്രിവ്യൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. എൻ്റെ ഫ്രണ്ടിനോടാണ് എനിക്ക് താങ്ക്സ് പറയേണ്ടത്. രാഹുൽ മേനൻ എന്ന് പറഞ്ഞിട്ട് ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം അവനായിരുന്നു ഞങ്ങളുടെ ഫിലിമിനെ അവിടെ എൻഡോഴ്സ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ചെറിയ കീ നോട്ടൊക്കെ പോയിട്ട് ഫെസ്റ്റിവലിൽ കൊടുക്കുന്നതൊക്കെ അവനായിരുന്നു. അപ്പോൾ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ അവൻ്റെ മൊബൈലിൽ നിന്ന് കണ്ട വിഷ്വൽസിലാണ് എനിക്ക് ആദ്യം മനസ്സിലാവുന്നത് പല കാര്യങ്ങൾ അവിടെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിവിടെ നമ്മൾ ഭയങ്കര ഹൈപ്പർ ലോക്കലായിട്ടാണ് ഗഗനചാരി ചെയ്തത്. ഭയങ്കര ഒരു തെക്കേ കേരളം ഒരു സൈഡിലുള്ള സംസാരം, പിന്നെ ഭയങ്കര നമുക്ക് മാത്രം മനസ്സിലാവുന്ന കൈൻഡ് ഓഫ് പോപ്പുലർ കൾച്ചർ റെഫറൻസസ്, ഇതൊന്നും മനസ്സിലാവാതെ നമ്മുടെ ഒരു സൗത്ത് ഏഷ്യൻ കൾച്ചറിനെയും നമ്മുടെ ഒരു ഹ്യൂമറിനെയും ബേസിക്കലി ഒരു വേൾഡെല്ലാം സ്റ്റാഗ്മെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിലിറ്ററി കൈൻഡ് ഓഫ് റൂളിനെയൊക്കെ മനസ്സിലാക്കി ആ പൊളിറ്റിക്സിനെയും അതിൻ്റെ സറ്ററിനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അത് മനസ്സിലായി. അപ്പം അത് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായത്
നമ്മുടെ ലോക്കൽ ഓഡിയൻസ് കാണുമ്പോൾ ഇതിലും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനകത്ത് അവർ കണ്ടെത്തുമല്ലോ ഉറപ്പായിട്ടും. കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് നമുക്ക് ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ ഇൻറ്റേർണൽ പ്രിവ്യൂസ് കാണിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് വളരെ കോൺഫിഡൻസ് തന്നത് അനാർക്കലി മരക്കാറിൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരി എ ഡി ആയിട്ടൊക്കെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻറ്റേർണൽ പ്രിവ്യൂ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ടേബിളിൽ നിന്ന് കാണിച്ച സമയത്തൊക്കെയാണ് അവരും ഇതുപോലെ പല സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഏജിലുള്ള ആൾക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ എത്രത്തോളം സിനിമകൾ ആ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഹ്യൂജ് റിക്ക് ആൻഡ് മോർട്ടി ഫാൻസാണ്. അപ്പം മലയാളത്തിൽ റിക്ക് ആൻഡ് മോർട്ടി ഫാൻസ് മലയാളികളുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര കാര്യമാണ്. ബിക്കോസ് നമ്മളൊക്കെ ഒരു പോയിന്റിൽ അലൈൻ ആകുന്നതൊക്കെ ശരിക്കും അതിലൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു മലയാള സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിത് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിയത് ഇവർ ഈ ഫസ്റ്റ് ഞങ്ങളൊരു കോമിക് പ്രിവ്യൂവിനൊക്കെ നമ്മൾ ഈ സിനിമ വെച്ച സമയത്ത് ബെയ്റ്റഡ് അല്ലാത്ത നമ്മൾ വേറൊരു രീതിയിലും ആൾക്കാരെ കൊണ്ട് നല്ലത് എഴുതിയിടണമെന്ന് പറയാത്ത ജെനുവിൻലി ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസ് വന്ന് കണ്ടിട്ട് ചേട്ടാ ഇതിനകത്തൊരു സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ഐഡിയാസ് ഉണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ആ ഐഡിയാസൊക്കെ ഇവരെന്നോട് ലേറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി ഓക്കെ ഐ എം ഗെറ്റിംഗ് കണക്റ്റഡ് ടു ആൻ ഓഡിയൻസ്. ഇതായിരുന്നു എൻ്റെ ആ ഒരു പോയിന്റ്. അവിടുന്ന് എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എനിക്കൊരു ഓഡിയൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു ഓഡിയൻസ് ഉണ്ടാവും എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നി. അജു, ഈ രണ്ടുപേരെയും അരുൺ ചന്തുവിൻ്റെ കാര്യത്തിലും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സക്സസ്സും അല്ലെങ്കിൽ ഓഡിയൻസ് അപ്രീസിയേഷനും ക്രിട്ടിക്കൽ അപ്രീസിയേഷനും കിട്ടുന്നതിന് മുമ്പ് ആദ്യ സിനിമ ആലോചന അല്ലെങ്കിൽ ആദ്യ തിരക്കഥാ ആലോചന ഘട്ടത്തിൽ ഈ രണ്ടുപേരെയും കണ്ടിട്ടുള്ള ആളാണ്. അജു ആണ് സിനിമയിലെ എൻ്റെ ഗോഡ് ഫാദർ. അപ്പോൾ അജുവിൻ്റെ വഴിയാണ് ഞാൻ ഇവരെ പരിചയപ്പെടുത്തുന്നത്. അത് ആ മിഥുൻ മാനുവൽ തോമസിന് ആദ്യം അഡ്വാൻസ് കൊടുക്കുന്നത് അരുൺ ചന്തു ആണ് ഒരു ഷോർട്ട് ഫിലിമിന്. അതെനിക്കൊന്ന് അത് നമുക്ക് വേറെ തന്നെ ചോദിക്കണം. ആ ഷോർട്ട് ഫിലിമിൻ്റെ അത് എവിടെ എങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദ്യത്തെ അഡ്വാൻസിനെ. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് അനുഭവമാണ്. അതായത് എനിക്ക് ജീവിതത്തിൽ സിനിമയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ അജുവിനെ പരിചയപ്പെട്ട് അജു എനിക്ക് വേണ്ടിയിട്ട് പലരെയും കാണുന്നു, മീറ്റിങ്ങുകൾ തയ്യാറാക്കുന്നു. ഞാനിങ്ങനെ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ്, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ബിസിനസ് എക്സിക്യൂട്ടീവിനെ പോലെ മീറ്റിങ്ങുകൾക്ക് പിന്നാലെ മീറ്റിങ്ങുകളുമായിട്ട് നടക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവൻ താമസിക്കുന്ന ഒരു സ്ഥലത്ത് വന്നും പോയൊക്കെ താമസക്കാരനും അഭയാർത്ഥിയൊക്കെ ആയിട്ട് ഞാനും ഉണ്ട്. അപ്പോൾ പുള്ളി ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ സിനിമ അതെ. അപ്പോൾ പുള്ളി ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പുള്ളി സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, ഡിസൈനറാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ഇവരുടെ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ഞാൻ അവരുടെ നിന്ന് തിരക്കാൻ ഞാൻ എഴുതി തരണം എന്നൊക്കെ പറഞ്ഞപ്പം അന്ന് പട്ടിണിയും പൈപ്പോളുമായിട്ട് നടക്കുന്ന എനിക്ക് ആദ്യമായിട്ട് പുള്ളി ഇതിനകത്ത് നിന്ന് ഒരു 5000 രൂപ പുള്ളി എനിക്ക് അഡ്വാൻസ് തരികയാണ്. എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ അഡ്വാൻസ്. സ്ക്രിപ്റ്റൊക്കെ ഞാൻ ആവേശപൂർവ്വം എഴുതി തീർക്കുന്നു, ഏൽപ്പിക്കുന്നു. പുള്ളിയാണ് നായകൻ. പിന്നെ അതിനെപ്പറ്റി ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. അതാണ് ഈ സ്റ്റേജിലാണ്. പിന്നെ ഇവിടെയാണ് ഷോർട്ട് ലോക്ക് ചെയ്യാനുള്ള കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഷൂട്ട് ചെയ്യാനില്ല. പക്ഷേ പിന്നെ അരുണിനെ കാണുന്നത് ഫ്യൂച്ചറിസ്റ്റിക് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂച്ചർ സമ്മിറ്റിന്റെ വേദിയിലാവുക എന്ന് പറയുന്നത് വലിയ എന്താ പറയുക ഒരു സന്തോഷമുള്ള. ഞാൻ സത്യം പറഞ്ഞ മനീഷേട്ടാ, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത് മലയാളം എന്താ? റിഗ്രറ്റ്, കുറ്റം, പശ്ചാത്തപിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാജൻ ബേക്കറി ചെയ്യിപ്പിച്ചല്ലോ. ഈവൻ നമ്മൾ ഈ ചില കുട്ടികൾക്ക് അവർക്ക് ഇൻക്ലിനേഷൻ ഡാൻസിനോട് ക്രിക്കറ്റിനോടൊക്കെ ആയിരിക്കും. വീട്ടുകാർ മാത്സ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിപ്പോയി. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെ നിന്റെ ആഗ്രഹം ചുറ്റും മാലിമനാകാനാണ്. അല്ല, ഇവൻ ഇങ്ങനെ ഒരുപാട് ഭയങ്കര ടെക്നോളജിയെക്കുറിച്ചും ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും മാറുന്ന സിനിമകളെക്കുറിച്ചും ഇവൻ കണ്ടിട്ടുള്ള സിനിമകളൊന്നും ഞാനോ അജുവോ കണ്ടിട്ട് പോലുമില്ല. അങ്ങനത്തെ സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളീനെ കൊണ്ടുപോയിട്ടാണ് നീ സാജൻ ബേക്കറി ചെയ്യിച്ചത്. ഒരു കാര്യമുണ്ടല്ലോ, അജു പ്രൊഡക്ഷൻ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവരെയൊക്കെ ആദ്യം കാണുന്ന സമയത്ത് ഇപ്പോൾ ഇവർ പറയുന്ന ആലോചനകൾക്ക് ചിലപ്പോൾ നിലവിൽ ഓടുന്ന ട്രെൻഡിങ് ആയ സിനിമയായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നിങ്ങളുടെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ല, ഇപ്പോഴും സംഭവിക്കാത്തത് നിങ്ങൾ പലതരത്തിൽ നടത്തിയെടുക്കാൻ നോക്കിയത്. ഇങ്ങനെ പലതരം ആലോചനകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ഓം ശാന്തി ആണെങ്കിലും ആടാണെങ്കിലും ഈ സാജൻ ബേക്കറിയൊക്കെ ആണെങ്കിലും സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിയേർഡായ ആലോചന ഉണ്ടാവും, ഔട്ട് ഓഫ് ദ ബോക്സ്. ഇവരെ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഇത് ചെയ്തൊരു മൊമെൻ്റ് എന്താ? അങ്ങനെ ഒരു ട്രസ്റ്റിംഗ് പോയിന്റ് ഇല്ലായിരുന്നു മനീഷേട്ടാ. 2 ആസ്പെക്ട്സ് ആയിരുന്നു. ഒന്ന്, എനിക്ക് രക്ഷപ്പെടണം, അതാണ് പ്രൈമറി.
അപ്പോൾ എനിക്ക് വിവരമുള്ള ആരെങ്കിലും കാണണം. തീർച്ചയായിട്ടും അവിടെ ഞാൻ വീണ്ടും repeat ചെയ്യുന്നു, ഞാൻ HR ആയതുകൊണ്ട്, HR ജോലി ചെയ്തുകൊണ്ട് എനിക്ക് എവിടെയോ എനിക്ക് ആ കണ്ണുണ്ട്. ട്രെയിനബിൾ ആണോ എന്ന് ഞാൻ നോക്കും. 3 എണ്ണമാണല്ലോ നമുക്ക് ഹയർ ചെയ്യുമ്പോൾ. ഞാൻ നോക്കുന്നത് ട്രെയിനബിൾ ആണോ, അയാൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഏറ്റവും ലേമാൻസ് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ സിഗരറ്റ് വാങ്ങാൻ വിട്ടാൽ തീപ്പെട്ടിയും കൂടെ വാങ്ങാനുള്ള ബുദ്ധി വേണം. സിമ്പിളാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഹയർ ചെയ്യും, ഞാൻ ട്രെയിൻ ചെയ്തോളാം. പക്ഷെ ഇവർ എന്നെ ഇപ്പം മിഥുനെ ഞാൻ യാദൃശ്യമായി നിതിൻ ചെന്നൈ എന്നല്ലേ കാണുന്നല്ലേ? ഇല്ല, നിതിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മ്യൂച്വൽ സുഹൃത്ത് വഴി പരിചയപ്പെട്ടു. പക്ഷെ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യണം. കാര്യം ഈ ഒരു മനുഷ്യനോട് നമ്മൾ ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വാക്ചാതുര്യം, ഭാഷ, ഇയാളുടെ സ്ഫുടത, ഇയാളുടെ അറിവ്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളാണ് ഞാൻ കാത്തിരുന്ന ആള് രക്ഷപ്പെടാൻ, ഞാനാ പിടിക്കുന്നത്. ഓക്കെ. 2 അരുൺ ചന്തു, ഞാൻ മദ്യം മറന്നു പോയ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. തിരയിലെ ശോഭന മാമിൻ്റെ പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടൊക്കെ ക്ലിക്ക് ബൈ അരുൺ ചന്തു. തട്ടത്തിന് പറയത്തിൻ്റെ പോസ്റ്റർ അരുൺ ചന്തു ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ അന്ന് ഇത്രയും പ്രായമില്ലല്ലോ, 13 വർഷം മുന്നെയാണ്. ഇത്രയും മാറി എസ്തെറ്റിക്സും വെൽ കീപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുന്ന കുറവാണ് നമ്മുടെ ചുറ്റുവട്ടത്തും. അപ്പം ഞാൻ ഇവനെയും, കാര്യം ഒരുപാട് ബുദ്ധിയുണ്ട്, നമ്മൾ ബുദ്ധിയുള്ളവരോട് നടന്നാലേ നമുക്കും എന്തെങ്കിലും പഠിക്കാൻ പറ്റൂ. ഇതായിരുന്നു എൻ്റെ പ്രൈമറി. അങ്ങനെയാണ് ഇവരായിട്ടുള്ളൊരു. പിന്നെ എവിടേക്കോ നമുക്ക് ഇവർ പറയുന്നത്, ചേട്ടൻ ചോദിച്ച രണ്ടാമത്തേത് എന്തുകൊണ്ട് ഇത് ട്രസ്റ്റ് ആ ബന്ധത്തിൽ സംഭവിക്കുന്നതാണ്. പിന്നെ അവർ പറയുന്നതിനുള്ള സംശയങ്ങളേ ഉള്ളൂ. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ആട് പറഞ്ഞപ്പോഴും ഓം ശാന്തി അന്ന് ആക്ച്വലി വളരെ വ്യത്യാസമുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ്, കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള അല്ലേ, നമുക്ക് കൊമേഴ്ഷ്യൽ സ്വഭാവം തിയേറ്ററിൽ ഓടുന്ന ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റുകൾ റെയറാണ്. ഇപ്പം കോമൺ ആയി മാറി. അന്ന് രഞ്ജി പണിക്കർ സാറിനെ പോലത്തെ ഒരാളെ അഭിനയിപ്പിക്കാൻ ഈ സാർ ഈ അടുത്തൊരു ഇൻ്റർവ്യൂ പറഞ്ഞു, അതാണ് അദ്ദേഹം ഫുൾ സ്ട്രീം മെയിൻ സ്ട്രീം ആക്ടിങ്ങിലോട്ട് വന്ന സിനിമ. അപ്പോൾ ആ സബ്ജക്റ്റിലെ ഇപ്പോൾ അരുൺ ചന്തു പറയുന്ന ഓരോ കഥകളിലെയും ഒരു ക്രേസിനെസ് ഉണ്ട്, ഒരു വട്ടുണ്ട്. എനിക്ക് എവിടെയോ വട്ടുള്ളതുകൊണ്ട് അതെനിക്കിഷ്ടമാണ് ബേസിക്കലി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, മദ്രാസിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ബിഗ് ബി റിലീസ് ചെയ്യുന്നത്, നായകൻ റിലീസ് ചെയ്യുന്നത്. അന്ന് രണ്ടും സ്ഥിരം മലയാള സിനിമ ഫോർമാറ്റിൽ നിന്ന് മാറിയുള്ള ഒരു വിഷ്വലായിരുന്നു, സൗണ്ടായിരുന്നു, പെർഫോമൻസസ് ആയിരുന്നു. ഇപ്പോൾ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും ഇതിൽ ഇന്ദ്രേട്ടൻ്റെയും സിദ്ദിഖേട്ടൻ്റെയും പെർഫോമൻസ് ആണെങ്കിലും നമുക്ക് സിദ്ദിഖേട്ടനൊന്നും അങ്ങനെ അതിന് മുന്നേ കണ്ടിട്ടില്ല. തിലകൻ ചേട്ടൻ്റെ ഭാഷ അല്ലേ, ചെമ്മൻ ചേട്ടൻ്റെ എല്ലാം. ഇതാരാണെന്ന് നമ്മൾ തേടുമല്ലോ. അപ്പോൾ ആ കൗതുകം എവിടെയോ നമ്മൾ ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഒരുപാട് കണ്ട് ശീലിച്ച കാഴ്ചകളിൽ നമ്മൾ, എനിക്കൊന്നൊരു നേരത്തെ ചന്ത് യൂസ് ചെയ്ത വേർഡാണ് ഫറ്റീഗ്, അനുഭവിക്കുന്നുണ്ടായിരുന്നല്ലേ. ഒരു മടുപ്പെന്ന് ഞാൻ പറയുന്നില്ല, റെപ്പറ്റീഷൻ. അവിടെ ഒരു പുതിയ കാഴ്ച. സിനിമ എപ്പോഴും കാഴ്ചയിലാണല്ലോ. ഇത് നേരത്തെ പറഞ്ഞതാണ്, 2050 പോകുമ്പോൾ നമ്മളുടെ കാഴ്ചയുടെ കാര്യത്തിൽ ഒരു പാരഡിം ഷിഫ്റ്റ് തന്നെ സംഭവിക്കാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്ന മീഡിയം എന്നൊന്നും നമുക്ക് പറയാറില്ല. ചിലപ്പോൾ നമുക്ക് ഒന്നും വേണ്ട, കണ്ണിൽ തന്നെ ചിലപ്പോൾ ഒരു ചിപ്പ് വരാൻ സാധ്യതയുണ്ട് അല്ലേ, നമുക്കെല്ലാം കേൾക്കാനും ഒക്കെ പറ്റട്ടെ. അപ്പോൾ ഇതാണ് പ്രൈമറിലി റീസൺ. ഇവരുടെ ഓരോ ക്രേസി തോട്ട്സും എൻ്റെ ഉള്ളിലെ പ്രേക്ഷകനെ ഭയങ്കര ക്യൂരിയസ് ആക്കി, എക്സൈറ്റഡ് ആക്കാറുണ്ട്. അവിടെ എവിടെയോ എനിക്ക് ഗഗനചാരി മാത്രമേ ഉള്ളൂ ചന്തുവിന് ഇത്രയും കാലം പറഞ്ഞ ഐഡിയാസിൽ എനിക്ക് പല എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതായിരുന്നു ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയി മാറി. കറക്റ്റ്. പക്ഷെ ഞാൻ അഭിപ്രായങ്ങൾ അവരോട് മാത്രമേ പറയുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം അവർ ചെയ്യുന്നൊരു കാര്യത്തിൽ നമ്മൾ ഒരു പരിധിക്കുള്ള അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. ഇപ്പോൾ ഈ വളരെ ഔട്ട് ഓഫ് ദി ബോക്സ് ആലോചന വരുന്ന സമയത്ത് നമുക്കറിയാം, ഈ ആട് 2-ന് ശേഷം കേരളത്തിൽ നിന്നും പുറത്തേക്കൊക്കെ ഓടുന്ന ഏത് ബസ്സിൽ നോക്കിക്കഴിഞ്ഞാലും ഒന്നുകിൽ ഗണ്ണുമായിട്ട് ഡ്യൂഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷാജി പാപ്പൻ ഉണ്ടാവും. അപ്പോൾ ഒരു പെർഫോം ചെയ്ത സ്റ്റാറിനേക്കാൾ, ആക്ടറിനേക്കാൾ, ജയസൂര്യയേക്കാൾ ഫാൻസ് ഷാജി പാപ്പനും, ജയസൂര്യയേക്കാൾ ഫാൻസ് ഷാജി പാപ്പനും, വിനായകനേക്കാൾ ഫാൻസ് ഡ്യൂഡിന് ഉണ്ടാക്കുന്ന വിധത്തിൽ ക്യാരക്ടർ പുറത്തേക്ക് വരുവാണല്ലോ. ഇപ്പം ഗഗനചാരിയെ സംബന്ധിച്ചുള്ള സ്പിൻ ഓഫ് ആവശ്യപ്പെടുന്നത് ഒരു ആക്ടറിനല്ലല്ലോ, ഒരു ക്യാരക്ടറിന് വരും. ഇപ്പോൾ ചിറ്റപ്പൻ എന്ന് പറയുന്നത് നിങ്ങൾ അതിലൊരു കണക്ട് എടുത്തുണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ കൂടി അതിന് തുടർച്ച വേണമെന്ന് പറയുന്ന സമയത്ത് ആദ്യം ഇതിനോട് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു ആലോചനയുണ്ടല്ലോ, അല്ലാതെ ഇത് ശരിക്കും ഫ്യൂച്ചറുള്ളൊരു ആലോചനയാണല്ലോ, അതിൻ്റെ തുടർച്ച ഉണ്ടാവുന്നത്. എഴുതുമ്പോൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല.
ഈ പറയുന്ന ഒരു ക്യാരക്ടറിന് ഈ വിധം ഒരുപക്ഷെ എന്താ പറയുക വന്യത എന്നൊക്കെ വൈൽഡായിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു വിചിത്ര സ്വഭാവം ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചനകൾ എങ്ങനെയാണ് വരുന്നത്? കാരണം അവിടെ ഒരു കൺവെൻഷണൽ നോംസിന് പുറത്ത് കിടക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ആടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ലാബ് സ്റ്റിക്ക് സ്വഭാവമുള്ള സിനിമയാണ്. ഇപ്പം മാസ് ഇൻട്രോയോടുകൂടി മാസ് BGM-ൽ ഒരു കൂട്ടം മാസ് മണ്ടന്മാർ വരികയാണ്. അതാണ് ബേസിക്കലി ഞാൻ കൺസീവ് ചെയ്ത് വെച്ച ഒരു സാധനം. ആ സിനിമയിൽ നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞ വിവരമുള്ളത് എന്ന് പറയുന്ന ഒരാൾ പോലുമില്ല, ഒരു കഥാപാത്രം പോലുമില്ല. അങ്ങനെയായിരുന്നു ഞാനത് കൺസീവ് ചെയ്ത് വെച്ചത്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ഒരു 10-11 വർഷം മുമ്പ് 10 വർഷം മുമ്പൊക്കെ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുമ്പം തിയേറ്ററിൽ ആട് വണ്ണ് പരാജയമായിരുന്നു. അപ്പോൾ അതൊരു പരീക്ഷണാടിസ്ഥാനം ചെയ്യുമ്പം ഇന്ന് അങ്ങനത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് കാണാവുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഓഡിയൻസ് എഡ്യൂക്കേറ്റഡായി മാറിക്കഴിഞ്ഞു. കാരണം നമ്മൾ ലോക സിനിമ, ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇറങ്ങുന്ന സീരീസുകൾ, അനീമേസ് അടക്കം കാണുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ടോ തിയേറ്ററിൽ അത് ബാക്ക് ഫയർ ചെയ്തതിന് ശേഷം അന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷേ DVD സെയിൽസൊക്കെ ഒരുപാട് DVD-കൾ വിറ്റുപോയി. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനുശേഷം അത് ആട് 2-ൻ്റെ മുന്നേ അത് റിലീസൊക്കെ ചെയ്ത് നമ്മൾ പതുക്കെ ഇപ്പം അരുൺ പറഞ്ഞ പോലെ ഒരു പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നിന്നെ കൊണ്ട് അത് പക്ഷേ നമ്മളൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് ആട് 2-ന് മുന്നേ ഇറക്കി വിടുമായിരുന്നു. കാരണം മാക്സിമം കാണാൻ താല്പര്യമുള്ളവർ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരു രണ്ടാം ഭാഗം ആലോചിക്കുമ്പം സ്വാഭാവികമായും അന്നത്തെ ആലോചന എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എന്നോട് ലിജോ ചേട്ടൻ പറഞ്ഞതാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞതാണ്, എടാ എന്തൊക്കെയാണ് ആട് 1-ൽ ഇഷ്ടപ്പെട്ടത്. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, പേടികളുണ്ടാവും. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗം നമ്മൾ എടുക്കുകയാണ്. അപ്പം പേടികളുണ്ടാകും. അപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിനോട് പറഞ്ഞത്, പുള്ളി വളരെ കാഷ്വലായിട്ട് പറഞ്ഞത്, ആളുകൾക്ക് എന്താണോ ആട് 1-ൽ ഇഷ്ടപ്പെട്ടത് അത് നീ തിയേറ്ററിൽ വർക്കായില്ല എന്ന് വിചാരിച്ച് മാറ്റാൻ നിൽക്കരുത്, അത് തന്നെ ഫോർമാറ്റ് പിടിക്കുക. അപ്പോൾ നമ്മളതിനെ ഒന്നും കൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഷാജി പാപ്പനെയും ഡ്യൂഡിനെയൊക്കെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാഴ്ചയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവർ വരാൻ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു തിയേറ്ററുകൾ. നമ്മളപ്പോൾ സിനിമയുടെ മാജിക്കാണ് മനസ്സിലാക്കുന്നത്. കാരണം അജു അതിന് ശേഷം മറ്റേ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ക്യാമറകളുമായിട്ട് മൊബൈൽ ഇങ്ങനെ ഓണാക്കി പിടിച്ച് നിൽക്കുന്ന ഷാജി പാപ്പൻ്റെ വരവിന് വേണ്ടി, ഇൻട്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇങ്ങനൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നായിരുന്നു, ക്യാമറകളെന്നും പറഞ്ഞിട്ട്. അപ്പം രണ്ടാമതായപ്പോഴത്തേക്കും ഇവരുടെ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു കൾട്ട് സ്റ്റാറ്റസ് കൈവന്നു. എനിക്ക് തോന്നുന്നു ബേസിക്കലി ശുദ്ധന്മാരും മണ്ടന്മാരുമായതുകൊണ്ട് ആളുകൾക്ക് അവരെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഇപ്പോൾ ജയസൂര്യ ആണെങ്കിലും വിനായകനാണെങ്കിലും അവരവരുടെ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ സുലൈമാൻ എന്ന് പറഞ്ഞ ആ ദ്വന്ദ്വ വ്യക്തിത്വമായിട്ട് പുള്ളി നിന്ന് പൊറോട്ട അടിക്കുമ്പം പുള്ളി അത് ആത്മാർത്ഥമായിട്ട് പുള്ളി ആ വേൾഡിലാണ്. അപ്പം പുള്ളിൻ്റെ അതുകൊണ്ടാണ് ആ മണ്ടന്മാരോട് നിങ്ങൾക്ക് സഹതാപം തോന്നുന്നതും ഇഷ്ടം തോന്നുന്നതും. ഇപ്പോൾ ഡോളർ മാറാൻ അമേരിക്കയിൽ പോകേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ അത് ഷാജി പാപ്പൻ വിശ്വസിക്കുന്നത് അയാൾ അങ്ങനെയാണ്. അപ്പോൾ അയാൾ വിശ്വസിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് ചിരി വരണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സർബത്ത് ഷമീർ ആണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും വളരെ, ഇപ്പോൾ അറക്കലബ് കരയുന്ന സീനാണെങ്കിലും പുള്ളിൻ്റെ കരച്ചിലൊക്കെ ഭയങ്കര, അത് ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോമഡിയല്ല ചെയ്യുന്നത്. ഈ ലോകത്ത്, അവരുടെ ലോകത്ത് അവർ ആത്മാർത്ഥമായിട്ടും വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് പെർഫോം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഹ്യൂമറാണ് നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് ചെയ്തപ്പം ആ കഥാപാത്രങ്ങൾ സ്വാഭാവികമായും വളരുകയും, ഇപ്പോൾ ഷാജി പാപ്പൻ്റെ ഡയലോഗ് എന്നെ കൊണ്ട് നിങ്ങളെ സാധിക്കുന്നുണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ഏട്ടാ, അങ്ങനെ കുറേ സാധനങ്ങൾ കൾട്ടായി മാറുന്നത് ഇവരുടെ പെർഫോമൻസിൻ്റെ ഗുണം കൊണ്ടാണ്. ഇനിയിപ്പം ആട് 3 വരുമ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള സുപരിചിതരായ ഒരു കൂട്ടം കഥാപാത്രങ്ങൾ മറ്റൊരു റൈഡിന് പോകുന്നു. അപ്പോൾ അത് ആക്ച്വലി ആ ആർട്ടിസ്റ്റുകൾക്കും കൂടെ അതിൻ്റെ ഒരു പങ്ക് അവകാശപ്പെട്ടതാണ്. കാരണം അവർ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവരെല്ലാവരും അത് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ആട് കാണുമ്പോഴും നോക്കിയോ, അവരുടെ ലോകത്ത് അവർ ടോട്ടലി കൺവിൻസ്ഡാണ്. അവർ മണ്ടന്മാരാന്നുള്ളതിൻ്റെ തരിമ്പും ഒരു ലാഞ്ചന പോലും അവർക്ക് ആർക്കുമില്ല. അപ്പോൾ അങ്ങനെയാണ് ആ സാധനം നമ്മൾ കൺവിൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. ഞാൻ മണ്ടനാണെന്ന് ആൾക്കാർ മൊത്തം പറയുന്നൊരു അവസ്ഥയിൽ എത്തിപ്പോയായിരുന്നു. എന്താണെങ്കിലും രണ്ടാമതായപ്പോഴത്തേക്ക് അത് മാറി. അപ്പോൾ മൂന്നാമത് വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ കുറച്ച് ഡെയറിങ് എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്കൊരു കൂട്ടം
ക്യാരക്ടേഴ്സിനെ കയ്യിൽ കിട്ടി. പിന്നെ ഒരു സിനിമ ഞാൻ പരിചയപ്പെടുത്തുമ്പം ഈ ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കതിൻ്റെ വേൾഡ് ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ സിനിമാക്കാർ പറയുന്നുണ്ട്, ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടണം, ലോകം ഇഷ്ടപ്പെടണം. അപ്പോൾ എനിക്കങ്ങനെ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുത്തുക, വേൾഡ് ബിൽഡിംഗ് നടത്തുക തുടങ്ങിയ എല്ലാ കടമ്പകളും ഓൾറെഡി നമ്മൾ താണ്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ കഥാപാത്രങ്ങളെ കണ്ടാൽ തന്നെ അതാ വരുന്നു മണ്ടൻ നമ്പർ 1, ഇതാ വരുന്നു മണ്ടൻ നമ്പർ 2 എന്ന് പറഞ്ഞ് നിങ്ങൾ യൂസ് ടു ആണ്. അത് പക്ഷേ അവരുടെ പെർഫോമൻസിൻ്റെ ഗുണം കൂടിയാണ് കേട്ടോ. അവരുടെ ഇതിലേ ഇപ്പം വല അനൗൺസ് ചെയ്തുകൊണ്ടുകൂടിയാണ്. ഇപ്പം സോംബി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിൽ ഒരു മറ്റേ സ്റ്റോർ അല്ലേ, ഞാൻ ചെയ്യണത് വിചാരിച്ചിരിക്കുക, തെണ്ടി കൊണ്ടുപോയി ഫസ്റ്റ് ഒരു ദിവസം 3 അനൗൺസ് ചെയ്തു. മാത്രമല്ല 4ാമത്തെ ഒരാളുണ്ടായിരുന്നു അല്ലേ. ഈ സോംബി സിനിമയെ സംബന്ധിച്ച് ഉറപ്പായും അത് ഒരു റീജിയണൽ വേർഷൻ മലയാളത്തിൽ നിന്ന് വരുന്ന സമയത്ത് ആളുകൾക്കെല്ലാം ഇതിന് ഒരു മീറ്റർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ കണ്ട് അതിൽ ഒന്ന് അതിൻ്റെ അനൗൺസ്മെൻറ്റ്, 2 ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടറുടെ പോസ്റ്റർ കൂടിയായിരുന്നത്. ഇതിന് 2നെ കുറിച്ചും പറയുകയാണെങ്കിൽ വല ബേസിക്കലി ഞാൻ റിമെമ്പേഴ്സ് ഓഫ് ദ എർത്ത് പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൻ്റെ ട്രയോളജി ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബുക്കാണ് 3 ബോഡി പ്രോബ്ലം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനകത്ത് ഒരു സീരീസ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ബോഡി പ്രോബ്ലം വായിച്ച സമയത്തെ വായിച്ചതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് വല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഞാൻ ഒരു സിമുലേറ്റീവ് ഫിക്ഷൻ, മെട്രിക്സ് പോലൊക്കെ നമ്മളെവിടെയോ കിടന്ന് ഡ്രീം ചെയ്യുകയാണ് നമ്മളുടെ ഈ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ട്. അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോൺഫിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്ന പോലും ഫ്യൂച്ചറിൽ AI ബേസിക്കലി സാധാരണ മനുഷ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് റെൻഡർ ചെയ്തിട്ടുള്ളൊരു 3D പ്രോഗ്രാമിനകത്ത് ജസ്റ്റ് ഇരുന്ന് ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എല്ലാ റെൻഡറിനകത്തുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മൾ, അതൊരു സിമുലേഷനാണ് എന്ന് പറയുന്ന ആ സിമുലേഷനെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും ഈ വട്ടാജാമ ഓക്കെ, പക്ഷേ എന്നാൽ പോലും അതിൽ ഒരു ഇപ്പം നമ്മൾ സോംബി എന്ന് പറയുമ്പോൾ ഷോൺ ഓഫ് ദി ഡെഡ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ജോണർ ഉണ്ടല്ലോ, ഭയങ്കര ഹ്യൂമറും ആ കെയോസും ഒക്കെ ഉള്ളൊരു യൂണിവേഴ്സിനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. വല അറ്റ് ദ കോർ ഒരു എഗെയിൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 2060-കളിലൊക്കെ നടക്കുന്ന കേരളത്തിൻ്റെ ഒരു സ്പെക്കുലേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള എന്നാൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ബട്ട് കോറിൽ അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള എഗെയിൻ മിഥുൻ പറഞ്ഞ പോലെ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെയുള്ള ഒരു സിനിമയും കൂടിയാണ്. ജഗദീശൻ്റെ കഥാപാത്രത്തിനകത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗഗനചാരി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇക്രൂവിൻ്റെ പേരൊക്കെ വെച്ചിട്ട് നമ്മളൊരു ട്രിബ്യൂട്ട് പോലെയാണ് അതിനകത്ത് ഇക്രൂവിൻ്റെ ഒരു ചെറിയ പരിപാടി അജുവേട്ടൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇക്രു എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, 90s കിഡ്സിന് ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഐക്കോണിക് കഥാപാത്രമൊന്നുമല്ല. പക്ഷേ 90s കിഡ്സിന് ഇമ്മീഡിയറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഞാനൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കാണുന്ന സീനൊക്കെയാണ് വടക്കൊഴുകുന്ന നൂറ്റാണ്ടിലേത്. അപ്പം ഗഗനചാരിയിൽ തന്നെ നമുക്ക് ആലോചന ഉണ്ടായിരുന്നു എങ്ങനെ സാറിനെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷനെ വെച്ചിട്ടൊരു ഒരിക്കലും വെരി ഫ്രാങ്ക്ലി ഒരു ദയനീയമായിട്ടൊരു അവസ്ഥയിലൊന്നും അദ്ദേഹത്തെ കാണിക്കാനോ താല്പര്യമില്ല. ഹി വാസ് എ റോക്ക് സ്റ്റാർ. പുള്ളി സ്ക്രീനിൽ വരുമ്പോഴും അതേ റോക്ക് സ്റ്റാർ എനർജിയിൽ വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഭയങ്കര മാസ്റ്റർ മൈൻഡായിട്ടുള്ള ഒരു സ്റ്റീഫൻ ഹോക്കിംഗ് ലെവലിൽ ഒരു മെയിൻ ഒരു അപ്പോക്കാലിപ്സിനെ വരെ, ഒരു സോംബി അപ്പോക്കാലിപ്സിനെ വരെ ഇഗ്നൈറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് കാണിക്കാനാണ് ഞാനത് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അങ്കിൾ ലൂണാർ എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഇതിനകത്ത് പേരുകളൊക്കെ അജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പ്ലൂട്ടോ എന്നാണ്. അപ്പോൾ അതുപോലെ പേരുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എഗെയിൻ എനിക്ക് ഇപ്പം ഇനേബിൾ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ നിന്ന് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഫിലിം തന്നെ ആയിരിക്കും. ഇതിൽ ഈ ജഗദീഷ് സാറിനെ ഇദ്ദേഹം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അന്ന് തൊട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ചിട്ട് ഫേക്ക് പ്രൊഫൈൽസിൽ നിന്ന് ഇവൻ തെറി വാങ്ങുന്നുണ്ട്. ആ വയ്യാത്ത മനുഷ്യനെ നാണം കെടുത്താൻ കൊണ്ടുവരല്ലടാ പട്ടി, വയ്യാത്ത മനുഷ്യനെ തെണ്ടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇന്നും എന്നെ കാണിച്ചെന്ന് പറഞ്ഞു. അതിനോട് ചേർത്ത് ഈ മിന്നൽ പ്രതാപൻ ഇപ്പം നേരത്തെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളത് ഗഗനചാരിയിൽ വാസ്തുഹാര നമ്മൾ അരുൺ എങ്ങനെ ഒരു 360 പോകുന്നു എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഇപ്പം ഇതിലേക്ക് പറയുമ്പോൾ ഈ പറയുന്ന ഇക്രു എന്ന് പറയുന്നത് പറഞ്ഞു, മിന്നൽ പ്രതാപൻ ഇതിൽ കണ്ട ഒരു പെർഫോമൻസിൻ്റെ എക്സ്ട്രാക്റ്റ് പോലെ ആയിരിക്കും മണിയൻ ചിറ്റപ്പൻ എന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനെയുണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ഗഗനചാരി തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പോസ്റ്റേഴ്സാണ് ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം ആലോചന ഉണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ സ്പിൻ ഓഫ് ഒന്നുമല്ല, ഇതുപോലൊരു പെർഫോമൻസ്, ഇങ്ങനൊരു അയഞ്ഞ പെർഫോമൻസ് വേണം, ഈ രീതിയിലുള്ളൊരു സാധനം വേണം എന്ന് പറഞ്ഞൊരു സ്പാർക്കിൽ നിന്നുകൂടിയാണല്ലോ ഒരുപക്ഷെ ഈ മണിയൻ ചിറ്റപ്പൻ പോലത്തെ സ്പിൻ ഓഫ് വരുന്നത് അല്ലേ?
തീർച്ചയായിട്ടും അവിടെ ഒരു ഫിലിം മേക്കർ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ മീഡിയ കൺസ്യൂം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം 90s തൊട്ടിട്ട് എൻ്റെ ഞാൻ കൊച്ചിലെ ഐ വാസ് സ്റ്റക്ക് വിത്ത് ലോട്ട് ഓഫ് കാസറ്റ്സ് എൻ്റെ വീട്ടിൽ. അപ്പം ഈ കാസറ്റ്സ് റീവാച്ച് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മളൊരു ആസ് എ 90s കിഡ്സ് നമുക്ക് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ ഈസിലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഈവൻ എക്സ്പെക്ട് എത്ര നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ പോപ്പുലർ കൾച്ചറിനെ കൃത്യമായിട്ട്, അത് നമ്മുടെ ലോക്കൽ ഹൈപ്പർ ലോക്കലായിട്ടുള്ള നമ്മുടെ പോപ്പുലർ കൾച്ചറിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ബാക്കി വരിക ഇതുപോലത്തെ ഐക്കോണിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പം ഇന്നലെ കൂടി ഞാൻ ഒരാളോട് പറഞ്ഞുള്ളൂ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ചേട്ടാന്ന്. നമുക്കത് ആ രീതിയിലത്തെ ഡയലോഗുകൾ നമ്മൾ കോഡഡ് ആണ്. അപ്പം നമ്മളെപ്പോഴും പറയും, ഞാൻ വെച്ചോണ്ടൊക്കെ ഒരു ദിവസം പോലും ശ്രീനിവാസ് സാറിൻ്റെയോ അല്ലെങ്കിൽ പ്രിയദർശൻ്റെ സിനിമയ്ക്കകത്ത് ഡയലോഗുകൾ റീകോട്ട് ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ മിന്നൽ പ്രതാപനൊക്കെ നമുക്ക് ഭയങ്കര റിലവൻ്റ് ആണ്. ബിക്കോസ് മനുവങ്കിൾ എന്ന് പറയുന്നത് ഫോർ എ 90s കിട്ട ഒരു നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് പോലത്തെ ഒരു സിനിമയായിരുന്നു ആ സമയത്ത്. അതായത് 3 സൂപ്പർ സ്റ്റാർസ് ഒരുമിച്ച് വരിക, ഒരു പിള്ളേരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരിക, അതിലൊരു ഹൈസ്റ്റ് ഉണ്ട്, അതിൽ ഈ പോപ്പുലറായിട്ടുള്ള കിഡ്സ് ഓൺ ബൈക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജോണറിനെ ഏറ്റവും നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമയാണ് ശരിക്കും പറഞ്ഞ മനുവങ്കിൾ. അപ്പോൾ അതിൽ നമ്മൾ ശോഭിക്കുന്ന യുവത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ട ഒരു സൂപ്പർ സ്റ്റാർ അതിൽ പിള്ളേർക്ക് വേണ്ടി വന്ന അവസ്ഥാനം ഒരു കിക്കാസ് ക്യാമിയോ ചെയ്തിട്ട് പോവുകയാണ്. അപ്പം ആ ക്യാരക്ടറിൻ്റെ ഒരു വൈബ് എന്തെങ്കിലും തിരിച്ചു വരും. ഇപ്പം അതേപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ക്രിസ്റ്റഫർ ലൂക്ക് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി സാറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ വരുന്നൊരു കഥാപാത്രം അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പം, ഇത് ആലോചിക്കുന്ന കൂടെ ഇരുന്ന് ആലോചിക്കുന്ന പുള്ളിയുടെ മകൻ കൂടിയാണ് ഗോകുൽ സുരേഷ്. അപ്പം ആ പുള്ളിക്കും അതേപോലെ തന്നെ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു വിഷനുണ്ട്, ആഗ്രഹിക്കുന്ന സമയത്ത് അച്ഛനെ എങ്ങനെ കാണണം എന്നുള്ളത്. അപ്പം നമ്മൾ ആ ആലോചിക്കുന്ന പ്രോസസ്സ് തന്നെ ഭയങ്കരമായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യുകയും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യം. നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഹിബിഷൻസ് ഇല്ലാതെ ഒരു കൃത്യമായിട്ടുള്ളൊരു പോയിന്റിലേക്ക് എയിം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത്. സോ എനിക്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു മെയിൻ കാര്യം. നമ്മൾ ഫണ്ടമെൻ്റലി ഒരു സ്ക്രാച്ച് ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പോപ്പുലർ കൾച്ചറിൽ നിന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡാണ്. അത് റൈറ്റ് കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് മാത്രമായി നിന്നാൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒറിജിനൽ കഥാപാത്രത്തെ ബിൽഡ് ചെയ്തെടുക്കാനും ആ പോപ്പുലർ കൾച്ചറിൻ്റെ ആ സപ്പോർട്ടും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന അതിൻ്റെ ട്രേറ്റ്സൊക്കെ അതിലേക്ക് ബ്രിങ്ങിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഓഡിയൻസിലേക്ക് കൂടി പോകാന്നിട്ട് തിരിച്ചു വരാം. 3 പേരെ പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിൽ നിന്ന് സിനിമയിലേക്ക് പാലവിട്ട് വന്ന ഒരാൾ, ഇപ്പോൾ അരുൺ അല്ലെ, ഒരു ഫോട്ടോഗ്രാഫിയുടെ സംഗതി ഇന്നിവിടെ ഇരിക്കുന്നൊരു വരെയുള്ളൊരു ആലോചന നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമേ സിനിമയെക്കുറിച്ച് ചിന്തിക്കാത്ത ദൂരത്തു നിന്നാണല്ലോ ഓരോ ആളുകളും വന്നിരുന്നത്. മിഥുനാണെങ്കിൽ ഗൾഫിൽ പോകുന്നു, ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ഈ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യുക. കാരണം നമ്മൾ അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഐഡിയാസിനെ ഞാൻ ഇത്രയും കൃത്യമായി ഐഡിയാസിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയുടെ മൊത്തം ഫീലിനെയും ഒരു നറേഷനിലൂടെയൊക്കെ നമുക്ക് ഗംഭീരമായ ശബ്ദത്തിൽ കൂടി ഡെലിവറി ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഓ പുള്ളി എന്തെങ്കിലും ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യും. അതായിരിക്കാം മേ ബി ഞാൻ അന്ന് അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ എൻ്റെ അന്നത്തെ കൊച്ചു ബുദ്ധിയിൽ വരെ അത് എനിക്ക് കൃത്യമായിട്ടാണ് തോന്നി. കാരണം ഭയങ്കര ക്ലാരിറ്റിയും ആർട്ടിക്കുലേഷൻ കറക്റ്റാണ്. അത് ആ സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ ഭയങ്കരമായിട്ടും പുള്ളിക്ക് അതിനെ ട്രാൻസ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ചേട്ടൻ അതിനെ ഈ യൂസേജ് ഓഫ് വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അത് അതിൽ എന്താണെന്നറിയോ, പഴയ തലമുറയ്ക്ക് അങ്ങനെയുള്ള ഒരുപാട് പേര് കണ്ട് ചുറ്റുമുണ്ട്, വായനയുള്ളവരുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ജനറേഷൻ തൊട്ട് ഇപ്പോൾ ഉള്ള ഇപ്പോഴത്തെ ജെൻ സി ആൽഫയൊക്കെ എനിക്ക് തോന്നുന്നു വായിക്കുന്നവർ വളരെ കുറഞ്ഞു. അപ്പോൾ വൊക്കാബുലറി വളരെ ചുരുങ്ങിയതാണ്. എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭംഗിയിരിക്കുന്നത് വാക്കുകൾ ഇത് നിർഗളമായി വരുമല്ലേ, എത്ര എണ്ണമാണ്. അല്ല, അതെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ആലോചിക്കുക, 50% നമ്മുടെ മാർക്കറ്റിങ്ങും പ്രസൻറ്റേഷനുമാണ്. ആളുകളെ പ്രസൻറ്റ് ചെയ്ത് പറ്റിച്ച് വീഴ്ത്തിയാൽ ഹാഫ് ഓഫ് ദ ജോബ് ഇസ് ഡൺ. അതൊന്ന് ബാക്ക് ഓഫ് ദ മൈൻഡ്, അതെൻ്റെ ഇരകളാണ് ഇരിക്കുന്ന 2 പേര്, അപ്പോൾ അതൊന്ന് ബാക്ക് ഓഫ് ദ മൈൻഡ് ഒന്ന് തിരിച്ച് അവനാണ് വീണെന്ന് അവൻ അറിഞ്ഞില്ല. ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ഹലോ. Hi. So anyone can answer ഈ പാനൽ. Towards അരുൺ ചന്തു ആണ് ഞാൻ ചോദിക്കുന്നത്. സോ യു ഹാവ് ഓൾറെഡി ഡൺ എ ഫ്യൂച്ചറിസ്റ്റിക് മൂവി. അപ്പോൾ അതിൽ പല ആസ്പെക്ട്സും അതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ദ പൊളിറ്റിക്കൽ നേച്ചർ, ദ ടെക്നോളജി സൈഡ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഹ്യൂമൻ ഇമോഷൻസ് ത്രൂ ഔട്ട് ആർ മോർ ഓർ ലെസ് സെയിം, പക്ഷെ നമ്മുടെ പെർസെപ്ഷൻ ഓഫ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് കുറേ കാലം കഴിയുമ്പം മാറും. ശരിയേത് തെറ്റേത് എന്നുള്ളത് മാറും. ഒരു 20 വർഷം മുമ്പ്
വില്ലനസ് ആയിട്ട് കാണിച്ച ഒരു ക്യാരക്ടേഴ്സ് പറയുന്നത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അവർ പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. ആ വാല്യൂസ് മാറുന്നുണ്ട്. സോ ഇൻ 2050 അല്ലെങ്കിൽ 20 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ, ഹൗ വിൽ ദോസ് പെർസെപ്ഷൻസ് എഫക്റ്റ് മൂവി? മൂവി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഫിക്ഷനെയൊക്കെ ബേസിക്കലി റിയാലിറ്റിയുമായിട്ട് ബൗണ്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ആ റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ബാക്കി നമുക്ക് തോന്നുന്ന എല്ലാ കൈൻഡ് ഓഫ് എത്തിക്കലായിട്ടുള്ള ഡിലേമേഴ്സിനെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബിക്കോസ് നമ്മൾ കണ്ടിട്ടുള്ള ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സൊക്കെ ആ രീതി അന്നത്തെ സോഷ്യൽ നോംസിനോട് ബൗണ്ട് ചെയ്തുകൊണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരല്ല. ടേക്ക് സ്റ്റാൻലി കൂബ്രിക്. അപ്പം ഞാൻ വിചാരിക്കുന്നതും ഒരു ഫ്യൂച്ചറിലെ സിനിമ പറയുകയാണെങ്കിലും അത് റിയാലിറ്റിയിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ടും ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ഇങ്ങനത്തെ റൂൾസ് ബേസിക്കലി അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ റൂൾസ് ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണ്. ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ കമൻട്രി അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ജോണർ ബേസ്ഡ് അങ്ങനത്തെ രീതിയിലത്തെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അപ്ലൈഡ് ആണ്. പക്ഷേ ഞാൻ അതിനുമായിട്ട് മാറി നടക്കാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഒരു വിഷൻ മേ ബി കുറേ ഫാക്ടേഴ്സ് കാണാൻ കൺസ്ട്രെയിൻഡ് ആണ്, അതിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് അതിന് ആ ലിമിറ്റിന് പുറത്തേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഹലോ. യെസ്. ഇപ്പം മിഥുനും അരുണും പറഞ്ഞ കണക്ക് നമ്മുടെ ടെക്നോളജിയുടെ യൂസ് ഇൻ ഫിലിം. ഓക്കെ, സോ ഇപ്പം മുമ്പത്തെ കാലത്ത് ഒരു റൈറ്റർ എന്ന പെർസ്പെക്റ്റീവിൽ എപ്പോഴും ഇമാജിനേഷൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം ഇമാജിനേഷൻ എത്ര ഉണ്ടെങ്കിലും അത് സ്ക്രീനിൽ കൊണ്ടുവരണം, അത് എത്രമാത്രം ഫീസിബിൾ ആണ്. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് എപ്പോഴും ഇമാജിനേഷൻ ഒരു ലിമിറ്റേഷൻ ഇല്ല, ബിയോണ്ട് ബൗണ്ടറീസ് ആണ്. അതാണ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്. സോ ഇനിയിപ്പം നമ്മളൊരു 2050 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് എല്ലാം കൊണ്ട് ഫിലിം ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ടെക്നോളജി? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഞാനിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞപ്പോൾ നമ്മളിപ്പം അരുണിൻ്റെ പടം കാണുമ്പം കൊച്ചിയുടെ ഒക്കെ ഒരു വൈഡ് ഫ്രെയിമൊക്കെ നമ്മൾ കാണിക്കുമ്പം അതിനകത്ത് സ്പേസ് ഷിപ്പുകൾ വരെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു അതും ഒരുമാതിരി നമുക്ക് വിശ്വസിക്കാവുന്ന പെർഫെക്ഷനോട് കൂടിയാണ് നമ്മളതിൻ്റെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 10 വർഷം മുമ്പ് ഒരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പുള്ള ഒരു മലയാള സിനിമയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഷോട്ടൊക്കെയാണത്. അതിപ്പം ഇവരിപ്പോഴുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ ടെക്നിക്കൽ നോഹവ് കൊണ്ടും നമ്മുടെ ഇവിടെ ഇപ്പം നമ്മൾ 2018 പോലത്തെ സിനിമകൾ വരുന്നുണ്ട്, നമുക്കിപ്പം AI വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി കുറച്ചും കൂടി ചീപ്പ് ആൻഡ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനി അങ്ങോട്ട് കുറച്ചും കൂടി എന്താ പറയുക ഈസിയായി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇനി മാറാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ഈ LED വാളുകൾ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ട്രഡീഷണൽ ഗ്രീൻ മാറ്റിന് പകരം. പിന്നെ നമ്മളിപ്പോൾ വലിയ സെറ്റുകൾക്ക് പകരം പണ്ടൊക്കെ CG എക്സ്റ്റൻഷൻ പോലും പരിമിതി ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ഇപ്പം ഇവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന ഒരു സീൻ അല്ലെങ്കിൽ ഇതൊരു കൊട്ടാരത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ കാണുന്നതിൻ്റെ ക്ലോസുകളൊക്കെ എടുക്കുമ്പോഴുള്ള ആർട്ട് സെറ്റപ്പുകൾ മാത്രം ഒറിജിനൽ ചെയ്യുകയും ബാക്കി അതിൻ്റെ വൈറ്റ് ഷോട്ടുകളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും CG എക്സ്റ്റൻഷനും ഫുൾ CGയിൽ ബിൽഡ് ചെയ്യുക തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ ഇപ്പോൾ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റുകളുടെ കാര്യം, ഇപ്പോൾ സ്റ്റോറി ബോർഡിൽ നിന്ന് മാറി നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റോറി ബോർഡുകൾ വരയ്ക്കുന്നതിലേക്ക് മാറി. എനിക്കറിയില്ല ഇനിയിപ്പം നമ്മൾ എന്തൊക്കെയാണോ ടെക്നോളജിക്കലി മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതെല്ലാം സിനിമയിലേക്കും പതുക്കെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മളത് അത് മാത്രമല്ല, പണ്ട് ആദ്യം അമേരിക്കയിൽ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വരിക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയൊന്നും ഇപ്പം നിലവിലില്ല. അപ്പോൾ എന്തൊക്കെയാണ് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുക എന്നിപ്പം 2050 ഒരു സിനിമ കാണാൻ ഇരിക്കുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2050 ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു തിയേറ്ററിൽ എന്തായിരിക്കും ഓടിക്കൊണ്ടിരിക്കുക? അപ്പം ഞാൻ ആ സമയത്ത് അവിടെയുണ്ട്, എനിക്കൊരു സിനിമ ചെയ്യണം തോന്നി, എൻ്റെ കയ്യിൽ പൈസയുണ്ട്. സോ ഐ എം തിങ്കിങ് ലൈക്ക് എനിക്ക് ഓം ശാന്തി ഓശാനെ ഒന്നുകൂടി നിവിനെ അജുനെ നസ്രീനെയൊക്കെ വെച്ച് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ ശബ്ദം മാത്രം എടുത്തിട്ട് ഇവർ പോലും ഇല്ലാതെ ആ സിറ്റുവേഷൻസ് സാഹചര്യങ്ങളും ഒരു ദിവസം പോലും ക്യാമറ റോട്ടിലേക്ക് ഇറങ്ങാതെ നമുക്ക് ചിലപ്പം ഒരു ഓം ശാന്തി ഓശാനെയൊക്കെ സ്ക്രീനിൽ കാണാൻ സാധിച്ചേക്കും. അത്ര വരെ സിനിമ മാറുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ അതിന് മുന്നേയുള്ള മാറ്റങ്ങൾ നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങും. അത് പതുക്കെ നമ്മൾ സിനിമയിലേക്ക് എന്തൊക്കെയാണോ റിലവൻ്റ് ആയിട്ടുള്ളത് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടും. ഇവരൊക്കെ ഇവരുടെ രൂപത്തിന് വേണമെങ്കിൽ അജുനൊക്കെ കോപ്പിറൈറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു 50 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അജുവിൻ്റെ പിള്ളേരൊക്കെ ആയിരിക്കും
അജുവിനെ വിൽക്കുന്നത്. ഓഫ് കോഴ്സ് അതിലേക്ക് ഞാൻ പോയിന്റ് ആഡ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ വലിയൊരു പോയിന്റാണ്. ബിക്കോസ് ഇപ്പം ലാസ്റ്റിൽ WG റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയിലും US നടന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ആൾക്കാരുടെ വോയിസ് അല്ലെങ്കിൽ ആൾക്കാരെ നമുക്ക് സെൽഫായിട്ട് അതിൻ്റെ ഇൻറ്റർഗ്രേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എത്തിക്കൽ ഡിലേമേഴ്സ് ആണ് അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഫ്യൂച്ചർ എന്ന് പറയുന്നത് മേ ബി നമുക്ക് ഇങ്ങനത്തെ പേഴ്സോണസിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം എത്രത്തോളം നമുക്ക് എത്തിക്കലായിട്ട്, അതായത് എസ് എ കൊളാബറേറ്റീവ് ടൂൾ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പുട്ട് ദ ഹ്യൂമൻ ഫസ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ക്രിയേറ്റീവ് ആ സീറ്റിൽ അതിൽ ഒരു ക്രിയേറ്റീവ് ടൂളായിട്ട് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. തിങ്ക് അബൌട്ട് ഒരു ബാൻഡർ സ്നാച്ച് പോലത്തെ ഇൻട്രാക്റ്റീവ് സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈച്ച് പേഴ്സണെയും ഇൻഫ്ലുവൻസിൻ്റെ രീതിയിൽ ഈച്ച് പേഴ്സണെയും തോട്ട് പ്രോസസ്സിനെ ഡിറൈവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഈ ഓരോ കാണുന്ന പ്രേക്ഷകനും 5 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക സിനിമയിലേക്ക് പോകാനായിട്ടുള്ള. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ ഇൻട്രാക്റ്റീവ് സിനിമയായിട്ടൊക്കെയുള്ള ഫ്യൂച്ചറിൽ കാണാൻ പറ്റും. അപ്പം എനിക്കൊന്ന് 2016 വേർജ് മാഗസിനിൽ ഒരു VR ഫിലിം ഫെസ്റ്റിവലിൽ വന്നിരുന്ന ഒരു സിനിമയുടെ പ്രിമൈസ് ഇതായിരുന്നു. നമുക്ക് VR ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു കാട്ടിലിരുന്നിട്ട് സിനിമ കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മരത്തിൻ്റെ പുറകിൽ പതുങ്ങി നിന്നിട്ടും കാണാം, ആ ഹണ്ടറിൻ്റെ കൂടെ പോയിട്ടും വേണേൽ കാണാം. അപ്പം വിക്റ്റിമും ആവാം ഹണ്ടറും ആവാം ഒക്കെ പറ്റുന്ന പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നാളെ ഈ ഡ്രാമ എന്ന് പറഞ്ഞ സ്പേസിനെ മനസ്സിലായിക്കൊണ്ട് തന്നെ ഈ ടൂളുകളെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് എന്നാലും അതിനകത്തുള്ള ഈ എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നാളെ ഒരാളുടെ സൗണ്ടിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും? ഇപ്പം മല്ലിക ചേച്ചിയെ ഗാനചാരിക്കകത്ത് മല്ലിക ചേച്ചി പറഞ്ഞൊരു ചെറിയ ഡയലോഗ് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ലാസ്റ്റ് ദിവസം രാത്രിയിൽ മല്ലിക ചേച്ചി ഏറ്റവും അവസാനം ഗോകുലും മനാർക്കലിയോടെ കിസ് ചെയ്യുമ്പം അത് മതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞേക്കുന്നതാണ്. ബേസിക്കലി ഞാൻ രാത്രി ട്രെയിൻ ചെയ്യിച്ചിട്ട് ആ സൗണ്ടിലേക്ക് അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ എനിക്ക് എടുക്കേണ്ട വന്നൊരു ലാസ്റ്റ് മൈൽ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ഞാൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി വെച്ചിട്ട് മാത്രമേ നമുക്ക് അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായ പെർമിഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നീഡാണ്. അപ്പോൾ അത് തന്നെയാണെന്ന് തോന്നുന്നു അതിനൊരു മെയിൻ ഉത്തരം. ഓപ്പൺ സോഴ്സ് ആണ് ഇപ്പോഴത്തെ പല കാര്യങ്ങളും. പക്ഷേ ഓപ്പൺ സോഴ്സ് ആണെങ്കിലും നമ്മളതിനെ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് പേറ്റൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇപ്പോൾ AI തന്നെ അവൈലബിൾ ആണ്. പ്രീ വിഷ്വലൈസേഷൻ തൊട്ടിട്ട് നമുക്ക് AI ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ എത്രത്തോളം അതിനകത്ത് നമുക്ക് ഇപ്പോൾ AI എന്ന് പറയേണ്ട ഒരു 2 സൈഡും പറയണം. പറയുന്ന സമയത്ത് AIയുടെ അഡ്വാൻസ്മെൻറ്റ് ഒരു സൈഡിലുണ്ട്. ബട്ട് അതേ സൈഡിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ OpenAI ഉൾപ്പെടെ കുറേ കോൺട്രവേഴ്സിയിലാണ് അവർ പേറ്റൻ്റ് അല്ലാത്ത കോപ്പറേറ്റഡ് അല്ലാത്ത വിഷ്വൽസ് വെച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് AI. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത് തന്നെയാണ് ഫ്യൂച്ചറിൽ. ലൈക്ക് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എന്താണ് ഒറിജിനൽ, എന്തിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സ്റ്റേബിൾ ഡിഫ്യൂഷൻ സോഫ്റ്റ്വെയറിൽ ഞാൻ എടുത്ത ഫോട്ടോസിനെയും ഞാൻ കളർ ചെയ്തിട്ടുള്ള ഇമേജറിയാണ് ഞാൻ എൻ്റെ AIക്ക് ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്നത്. AI ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്റ്റഡ് അല്ല. സോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രെയിംസ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കളർ പാലറ്റിലും എനിക്കിഷ്ടമുള്ള ഡെപ്ത് ഓഫ് ഫീൽഡിലും ആയിരിക്കും എനിക്ക് AI റെൻഡർ ചെയ്യുന്ന ഇമേജ്. അപ്പം ആ AI ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ എസ്തെറ്റിക്സിനെ മാത്രമാണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസ് പറയാൻ പറ്റും അത് വേറൊരു രീതിയിലും ഔട്ട്സൈഡിൽ നിന്നുള്ളൊരു ഇമേജറിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം AI ഒരു കൊളാബറേറ്റീവ് ടൂൾ ആക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റൈറ്റ് മെത്തേഡ് എന്ന് തോന്നുന്നു. എനിക്കൊരു ചോദ്യമുണ്ട് ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ. ഇപ്പോൾ നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആസ് ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡയറക്ടറുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ പറയുന്ന കോൺവെർസേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ 2050 ആക്ടർ വിൽ എക്സിസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇമാജിനറി ക്യാരക്ടർ ഉണ്ടാക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു, ഒരു ബേസിക്കലി നിങ്ങളൊരു ക്യാരക്ടർ ഒരു ടെക്നീഷ്യൻസിൻ്റെ മാത്രം കലയായിട്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമായിട്ട് ഫിലിം മാറുമോ? അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം OTT എന്ന് പറയുന്നൊരു ഇതിൻ്റെ വരവോടുകൂടി വെബ് സീരീസുകൾ അതിഭയങ്കരമായിട്ട് പോപ്പുലറായി കഴിഞ്ഞു. അപ്പോൾ പണ്ട് നമ്മൾ വെബ് സീരീസ് കാണുന്നത് ഇത്രയ്ക്ക് ഇവിടെ ഈ ആമസോണും നെറ്റ്ഫ്ലിക്സും എല്ലാം വന്നതിന് ശേഷം ആളുകൾ ഭയങ്കരമായിട്ട് സീരീസുകളൊക്കെ ഇരുന്ന് കാണുന്നു. ഇപ്പോൾ സ്ക്വിഡ് ഗെയിം അടക്കമുള്ള സീരീസുകൾ, മണി ഹൈസ്റ്റ് അടക്കമുള്ളത് വലിയ ഇൻ്റർനാഷണൽ വിജയങ്ങളാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സീരീസുകൾക്ക് മാത്രമായിട്ട് നമ്മളൊരു അവാർഡുകൾ തുടങ്ങുന്നു. അപ്പോൾ സീരീസുകൾ നമ്മൾ പതുക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇനി ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ റിയൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന റിയൽ സിനിമകളും AI സിനിമകളൊക്കെ തമ്മിലായിരിക്കും. അതിനും ഒരു കാറ്റഗറിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു വ്യൂവർഷിപ്പ്, ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും ആനിമേറ്റഡ് സിനിമകൾക്ക് വരുന്നത് പോലെ അതിനൊരു കോമ്പറ്റീഷൻ കാറ്റഗറി വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഇതിൻ്റെ AI പരസ്യം കണ്ടതോടുകൂടി സാധ്യതയുണ്ട്. ഇതെല്ലാം പോസിബിളാണ്. പിന്നെ അരുൺ പറഞ്ഞതുപോലെ ഇത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനായിരിക്കും, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് വരാൻ പോകുന്നത്, എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. പക്ഷേ ഇതൊക്കെ പോസിബിലിറ്റീസാണ്, വൈഡ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ്. ഞാൻ പറഞ്ഞത് പോലെ തന്നെ ഇവർക്ക് കോപ്പിറൈറ്റ് ചെയ്ത് വെക്കാം,
ഇവരുടെ രൂപം കോപ്പിറൈറ്റ് ചെയ്ത് വെക്കാം, ശബ്ദം കോപ്പിറൈറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ടെക്നോളജിന് ഒരു രൂപം ഉണ്ടാക്കാലോ ഇനി. അല്ല, ഇവരെ കിട്ടണമെങ്കിൽ മോഹൻലാലിനേക്കാളും പൃഥ്വിരാജിനേക്കാളും പക്ഷേ അവരുടെ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് വേറെ ഒരു രൂപം, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു രൂപം അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഡയറക്ഷൻ ഇത് പ്യോർ ടെക്നീഷ്യൻസിന്റെ ക്രിയേറ്റിവിറ്റി ഓഫ് തീർച്ചയായും അങ്ങനെയൊക്കെ സംഭവിക്കും. പ്യോർ ടെക്നീഷ്യൻസിന്റെ ഒരു ഇപ്പൊ നമ്മൾ ആദ്യത്തെ സിനിമകളിലൊക്കെ നമ്മൾ സിനിമയുടെ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്ന ആക്ടർ ഡോമിനേറ്റ് ചെയ്യുന്ന സിനിമകളായിരുന്നു. ഇപ്പം അത് പതുക്കെ ഫേസ് ഔട്ടായി, ആക്ടർ ഉണ്ട്, എന്നാലും ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫേഴ്സിനും എല്ലാം റോള് വന്ന് പതുക്കെ പല ടെക്നീഷ്യൻ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു 2050 ആകുമ്പോഴത്തേക്കും ആ ടെക്നീഷ്യൻ ലെവൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിട്ട് ആക്ടർ എന്ന് പറയുന്ന ആള് ഇപ്പോൾ പറയുന്ന പോലെ ഇമാജിനറി ക്യാരക്ടർ ആണെങ്കിൽ ആക്ടർ മേ നോട്ട് എക്സിസ്റ്റ് ആസ് എ റിയൽ പേഴ്സൺ. അതെ, അങ്ങനത്തെ സിനിമകളും വരും. ആക്ടേഴ്സേ ഉണ്ടാവില്ല. പകരം നമുക്ക് നേരത്തെ പറഞ്ഞ AI സൂപ്പർ സ്റ്റാർസ് കൊണ്ടാവും. നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ഈ പറഞ്ഞ പോലെ ആ കാറ്റഗറി സിനിമയിൽ എന്തായാലും മസ്റ്റാണ്. ഇതിനൊരു റൈറ്റർ, ഡയറക്ടർ, ടെക്നീഷ്യൻസ് വേണമല്ലോ. അപ്പോൾ പക്ഷേ ചിലപ്പോൾ സിനിമോട്ടോഗ്രാഫർ ഷോർട്ട് ഡിവിഷന് വേണ്ടി മാത്രമായിട്ടല്ലേ ക്യാമറ വെക്കാത്ത സിനിമോട്ടോഗ്രാഫറൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിന് സെപ്പറേറ്റ് ഒരു കാറ്റഗറി വരുമായിരിക്കും, അറിയില്ല. നമുക്കൊരു 25 years ഡൗൺ ദ ലൈൻ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ പോലും ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിയൽ മീറ്റ് ആൻഡ് ഫ്ലഷ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസ് കിട്ടുന്നൊരു ഹൈ ആണല്ലോ. ബേസിക്കലി സിനിമ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്ലോസ്ഡ് സ്പേസിൽ കിട്ടുന്നൊരു ഹൈ ആണല്ലോ നമ്മളിതിൻ്റെയൊക്കെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ഇല്ലാതെയും അല്ലെങ്കിൽ പുറകിലൊരു ഹ്യൂമൻ ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുറച്ച് കഴിയുമ്പം ഇതൊക്കെ സിന്തസൈസ് ചെയ്ത് ഒരു ഭയങ്കര ഒരു ഫാക്ടറിയിലെത്തി നമ്മൾ ഈ ക്രാഫ്റ്റിനെ നമ്മൾ ഡിസ്മിസ് ചെയ്യുന്നൊരു പോയിന്റ് എത്തും. ആ പോയിന്റിലും നമുക്ക് ബേസിക്കലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ആ പുറകിലുള്ള ക്രിയേറ്റീവ് ഫോഴ്സോ, ഇപ്പം പറഞ്ഞാൽ ശരിയാണ്, ചിലപ്പം നമ്മൾ 90s 80s കാണുന്ന സമയത്ത് ഇപ്പോഴത്തെ സിനിമകളുടെ റിലീസ് വരുന്ന സമയത്താണ് ഞാൻ ഈയിടെ മണിച്ചിത്താഴ് കണ്ടപ്പോഴാണ് ലാലേട്ടൻ ഇട്ടേക്കുന്ന സ്നീക്കറിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് എനിക്കിത് മനസ്സിലായത്. പണ്ടത് മനസ്സിലാവത്തില്ല, കാരണം നമുക്ക് SD നമ്മൾ കാണുന്നത് 480 ആയിരിക്കും നമ്മളുടെ ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് റെസൊല്യൂഷനും മറ്റേ HD നശ്യമോടെ എന്ന് പറയുന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ടും എല്ലാ കാര്യത്തിലേക്കുള്ള ഭയങ്കര ക്ലാരിറ്റിയും ഭയങ്കര എല്ലാ രീതിയിലുള്ള റെസൊല്യൂഷൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും, ഓഡിയോ വീഡിയോ ആണെന്നുണ്ടെങ്കിലും. അപ്പം ഫ്യൂച്ചറിൽ എന്തായാലും ടെക്നിക്കലി അതിനൊരു കട്ടിങ് എഡ്ജ് ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയിരിക്കും നമ്മളെ ആ തിയേറ്ററിലേക്ക് പിന്നെയും ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ. അപ്പം ഒരു ഹൈബ്രിഡ് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ പറഞ്ഞ പോലെ ഫിക്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റഡ് സിന്തസൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പേഴ്സോണാസൊക്കെ ഉണ്ടാവും. പക്ഷേ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ബ്രെയിൻസ് തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നു. ടോമിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഇല്ല, അന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എക്ക് ഒരിക്കലും മണിച്ചിത്രത്താഴിലെ പോലെ എടിയല്ല എടാ പറയാൻ പറ്റൂല. എഴുതി വെച്ചു. അത് മോഹൻലാൽ എന്ന് പറയുന്ന ലാൽ സാറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് മനുഷ്യൻ തന്നെ വേണം. പിന്നെ ഈ പറഞ്ഞ പോയിന്റ് വളരെ ഫാക്റ്റാണ്. നമുക്കെല്ലാം ഒരു പ്ലാസ്റ്റിക് മയമാവും. നമുക്ക് കാർട്ടൂൺസ് ഉണ്ട്, അനീമ ഉണ്ട്, ഇതൊക്കെ ഇല്ലേ. മനുഷ്യനെ കാണാൻ മനുഷ്യന് തന്നെ ഒരു ക്രൗഡ് ഉണ്ടാവും, ഡെഫിനറ്റ്. അവിടെ നമ്മൾ ഒരു ഡയറക്ടറിൻ്റെ ടൂളാണ് ആക്ടർ. ആ സെറ്റിലുള്ള ഓരോ പ്രോപ്പർട്ടിയും ആക്ടേഴ്സ് എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ളൊരു ടൂളാണ്, അത്രേ ഉള്ളൂ. അന്നും ഇന്നും ടോം പറഞ്ഞതിൽ ഒരു തിരുത്തും കൂടുണ്ട്. സിനിമ ഒരിക്കലും നടന്മാരുടെ കയ്യിലല്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ 80കളുടെയും 60കളുടെയും 70കളുടെയും ചെമ്മീൻ തൊട്ട് ഇറ്റ് ഇസ് നോൺ ബൈ ദ ഡയറക്ടേഴ്സ്. പിന്നെ ഇടയ്ക്ക് മേ ബി ഈ പറഞ്ഞ പോലെ ബിസിനസ് പരമായി ചിലപ്പോൾ അത് വന്ന് കാണും. സിനിമ എന്നും നിന്നിരുന്നത് സംവിധായകൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും തന്നെയാണ്. തിയേറ്റർ, ഹൗ വിൽ ബി തിയേറ്റർ ഇൻ 2050? നമ്മളിപ്പോൾ പാൻഡമിക്കിൽ തന്നെ കണ്ടു, OTT പ്ലാറ്റ്ഫോംസ് വന്നു. ഈ സിനിമ ബിക്കേം മോർ ഓഫ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പീരിയൻസ്. തിയേറ്ററിലേക്ക് ആൾ വരുന്നത് കുറഞ്ഞു. ഇൻഡസ്ട്രി സൗണ്ടഡ് വെരി ബാഡ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും 2050 തിയേറ്ററിൽ? ബിക്കോസ് ഇറ്റ് ഈസ് എ സോ കോൾഡ് മാസ് പോപ്പുലർ മീഡിയം. പക്ഷെ അതിപ്പം ഓൾറെഡി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെയിം പോലെ തന്നെ ദ കണക്ഷൻ ടു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്രമാത്രം കണക്റ്റഡ് ആയിരിക്കും? വിൽ വി ബി ലൂസിങ് ദ ടച്ച് ഓഫ് നേച്ചർ വിച്ച് വി ആർ ഓൾറെഡി ഹാവിങ് ഇറ്റ്? നമ്മൾ ആ ഒരു ആസ്പെക്റ്റൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കിക്കാണേണ്ടത് ആ സമയത്ത്? തിയേറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഇപ്പം അഞ്ജന ചോദിച്ചതിനകത്ത് വേറൊരു തിയേറ്ററിന്റെ കാര്യത്തിൽ നമ്പർ കൂടി. വ്യൂവർഷിപ്പ് ഇറ്റ് ബിക്കേം എ മോർ ഓഫ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പീരിയൻസ്. ഇപ്പം VR വന്നു, AR വന്നു. അല്ല, അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു VR ക്ലാസ്സിൽ ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പോപ്പുലേഷൻ ബിഹേവ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ഒരു മെൻ്റൽ ക്രെഡൻഷ്യൽസ് എങ്ങനെയായിരിക്കും, താല്പര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്
ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ തിയേറ്റേഴ്സിൻ്റെ നിലനിൽപ്പ്. ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഡെഫിനിഷൻ വി ആർ സോഷ്യൽ ആനിമൽസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഫുട്ഫാൾസ് കൂടുന്നതിൻ്റെ കാരണം ഒരു സിനിമ കാണാൻ പോവുക എന്നുള്ളത് ഒരു വീക്കെൻഡ് ഇവൻ്റാണ്. പുറത്തു പോവുക, സമയം സ്പെൻഡ് ചെയ്യുക, ആളുകളെ കാണുക. അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഉൾവലിഞ്ഞ് നമ്മളിലേക്ക് മാത്രമായൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇപ്പം ജപ്പാനിലൊക്കെ നടക്കുന്നത് പോലെ ഏകാന്തത കൂടുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമകൾ VR ഗ്ലാസ്സിൽ റിലീസാകുന്നൊരു കാലം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം തന്നെ നമുക്ക് പ്രൈവറ്റ് തിയേറ്റർ ഉണ്ടെങ്കിൽ, നമുക്കവിടെ ക്യൂബ് ഉണ്ടെങ്കിൽ, നമുക്കൊരു പണവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ പ്രൊജക്ഷനൊക്കെ ഈസിലി കിട്ടാവുന്നതേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഒരു ആപ്പിളിൻ്റെ ഗ്ലാസ്സിലേക്കൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെയും ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമായിരിക്കും. പിന്നെ തിയേറ്ററിലെ സാങ്കേതിക മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10-20 വർഷം കഴിഞ്ഞാലേ പറയാം. ഇപ്പോൾ 4DX വന്നു, അരുൺ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ നമ്മുടെ ആസ്വാദനത്തിനെ എൻഹാൻസ് ചെയ്യുന്ന, ഇപ്പം ഒരു കാടിലൂടെ പോകുമ്പോഴത്തേക്കും ഒരു ചുടലപ്പറമ്പിൻ്റെ അല്ലെങ്കിൽ താഴെ കൂടെ പാമ്പഴഞ്ഞു പോകുമ്പോഴത്തേക്കും അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ചുടലപ്പറമ്പിലൂടെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്മെൽ എന്താണോ അതുപോലും അനുഭവിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ ചിലപ്പം സിനിമ ഫ്യൂച്ചറിസ്റ്റിക്കലി മാറുമായിരിക്കും. പക്ഷെ അങ്ങനെ ഇരുന്നാലും നമ്മുടെ സോഷ്യൽ ലൈഫ് എങ്ങനെ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും തിയേറ്ററിലേക്കുള്ള വരവ്. ആസ് ഓഫ് നൗ നമ്മൾ ഭയങ്കര സേഫായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. എനിക്ക് തോന്നുന്നു അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഇറ്റ്സ് ഓൾസോ കണക്റ്റഡ് ടു നമ്മുടെ ലാംഗ്വേജ് ബാരിയർ, അതൊക്കെ ഉണ്ടാവും. അപ്പം ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ പോയിരിക്കുന്ന സമയത്ത് നമുക്കൊരു AASted എയർപോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഓൺ ലോക്കൽ ലാംഗ്വേജിലേക്ക് സിനിമ കൺവേർട്ട് ആവുന്നുണ്ടാവും. അതേപോലെ തന്നെ താഴെ ഒരു ഹാർഡ് കോഡഡ് സബ് ടൈറ്റിലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ബിക്കോസ് നമ്മൾ വെക്കുന്ന സ്മാർട്ട് ഗ്ലാസ്സിനകത്ത് മേ ബി അത് ലൈവായിട്ട് അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ റൺ ആവുന്നുണ്ടാവും. സോ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ആ രീതി സിനിമ നമുക്ക് എത്രത്തോളം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പോയിന്റിലേക്ക് മാറുമെന്ന് തോന്നുന്നു. Definitely. I think this will have to be the last question. നമ്മൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആക്ച്വലി നിങ്ങൾ 3 പേരും നമ്മുടെ എല്ലാവരുടെയും വളരെ ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ്, ആക്ടർ ഒക്കെയാണ്. ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ്. നമ്മൾ സംസാരിക്കാറുണ്ട് പത്മരാജൻ പോലെ, സിബി മലയിൽ പോലെയുള്ള ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. പിന്നെ 90s വരുമ്പോൾ പ്രിയദർശനെ പോലെ അല്ലെങ്കിൽ TK രാജീവ് കുമാറിനെ പോലെയൊക്കെയുള്ള ഡയറക്ടേഴ്സ് വെച്ചാൽ അവരെന്നൊക്കെ പറയുന്നത് ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് തോട്ട് പ്രോസസ്സ് ഉള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ടെക്നോളജി വരുന്നു, AI വരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശശി തരൂർ ഇവിടെ വരികയുണ്ടായി. വേൾഡിൽ 72% ChatGPT യൂസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ലൈക്ക് ഒരു മെയിൽ അയക്കാനായിക്കോട്ടെ, ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, വളരെ ഈസിയാണ്. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഒരു വലിയൊരു പാസേജ് അല്ലെങ്കിൽ ഒരു ലെറ്റർ നമുക്ക് കിട്ടും, വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ നിങ്ങൾ ടെക്നോളജി അല്ലെങ്കിൽ AI ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പതിയെ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കുറഞ്ഞു വരുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? ഐ മീൻ ഒരു ചലഞ്ച് നിങ്ങൾക്കുണ്ടോ? ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഡിറ്റിംഗ് ആപ്പ് ആയിട്ടുള്ള ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ഒരു അറിയായിരിക്കും ഒരു പക്ഷേ, ഡാവിഞ്ചി റിസോൾവ്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു എഡിറ്റർ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യൻ മറ്റൊരാളോട് സംസാരിക്കുന്ന പോലെ ആ ആപ്പിനോട് നമുക്ക് സംസാരിക്കാം. അതായത് ഒരു സീൻ ഇട്ടിട്ട്, ഒരു ഷോട്ട് ഇട്ടിട്ട് അതിൽ പറയാണ് ഇന്ന ഏരിയ എനിക്ക് ഇങ്ങനെ ഒരു കളറിലോട്ട് VFX ചെയ്തു തരും, അല്ലെങ്കിൽ ഇന്ന ഒരു കളർ അവിടെ എൻഹാൻസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ ആപ്പ് അത് ചെയ്തു കൊടുക്കുകയാണ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ. ഓക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റൈറ്റർ കം ഡയറക്ടർ എന്നുള്ള നിലയിൽ മിഥുൻ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, ഒരു സീൻ ഫോർ എക്സാമ്പിൾ ഞാൻ അതൊന്ന് കണക്ട് ചെയ്യാം. ഉദയനാട് താരം എന്ന സിനിമയിൽ മൂവി തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ ഇരുന്നിടുന്ന ഒരു സംഭവമുണ്ട്. അതായത് ക്ലൈമാക്സിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഡൗട്ടുണ്ട്, എന്ത് വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ഒരു മൊമെൻറ്റ് സാറിൻ്റെ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സീനിൽ സാറിന് ഫേസ് ചെയ്യുകയാണെങ്കിൽ, സാർ അത് AI അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്പിൻ്റെ ടെക്നോളജിയുടെ യൂസേജ് സാർ എടുക്കുകയാണെങ്കിൽ സാറിൻ്റെ ക്രിയേറ്റിവിറ്റി അത് എന്താ പറയുക ഒരു ചലഞ്ചിങ് ഒരു ഏരിയയിലൂടെ പോകുമോ എന്ന് സാറിന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർബന്ധിതനാകുമോ അങ്ങനെ വരാൻ? കാര്യം അജുചേട്ടൻ പറയുണ്ടായി, ഒരു ആക്ടർ അല്ലെങ്കിൽ മൂവി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓർഗാനിക് എന്ന് പറയുന്ന എലമെൻറ്റ് അജുചേട്ടൻ യൂസ് ചെയ്യുന്നുണ്ടായി. കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിരിക്കണം. അപ്പോൾ ആ ഓർഗാനിക് എന്ന് പറയുന്ന എലമെൻറ്റ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ നിർബന്ധിതരാകുമോ ആ ക്രിയേറ്റീവ് സ്പേസ് മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ ഇതുവരെ ഇപ്പോൾ ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന് ഇപ്പം ആട് 3 വരുമ്പോൾ അതിൻ്റെ പ്രീ വിഷ്വലൈസേഷൻ പാർട്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ല, കുറച്ച് വേറൊരു സിനിമയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ
എയിൽ കമാൻഡുകൾ കൊടുത്ത് നമ്മളതിൻ്റെ പ്രീ വിഷ്വലൈസേഷൻ ഇത് പിടിക്കുന്നു. അതിന് AI ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇപ്പം നമുക്കൊരു എഴുത്തിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ വരികയോ അല്ലെങ്കിൽ അതെങ്ങനെ വേണം, ഇങ്ങനെ വേണം, എങ്ങനെ പുതിയൊരു ക്ലൈമാക്സ് വരാം, അല്ലെങ്കിൽ പുതിയൊരു ആലോചന എന്താ, വാട്ട് ആർ ദ ഓപ്ഷൻസ് എന്നൊക്കെ നമ്മൾ തിരയുമ്പം ആക്ച്വലി AI നമുക്ക് ഇപ്പോൾ ChatGPT ചോദിച്ചാലും അത് അത്രയ്ക്ക് ഇവോൾവ് ആസ് ഓഫ് നൗ നമ്മുടെ ആലോചനയെ മറികടക്കുന്ന രീതിയിലേക്ക് ഒന്ന് 3-4 തവണ ശ്രമിച്ചപ്പോഴും അവർ തരുന്നതെല്ലാം ഇതുവരെ ആളുകൾ ട്രൈ ചെയ്തിട്ടുള്ള നമുക്കറിയാവുന്ന ക്ലീഷേഡ് ആയിട്ടുള്ള ഓപ്ഷൻസും പോസിബിലിറ്റീസുമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാനിതുവരെ ശ്രമിച്ചു നോക്കിയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഈ പ്രീ വിഷ്വലൈസേഷൻ പരിപാടികൾക്കല്ലാതെ ഉപയോഗിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നുമില്ല. ഇനിയിപ്പം അതിനപ്പുറത്തേക്ക് അപ്പോഴും ഓർക്കുക, എന്താണ് പറയേണ്ടതെന്നും എന്താണ് നമ്മുടെ സിനിമയെന്നും അറിയാവുന്ന ഒരാളാണ് ഈ ടൂളുകളെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെ നമ്മുടെ പണി എളുപ്പമാക്കാം എന്നതിലേക്കാണ് ഈ പറയുന്ന എല്ലാ ടെക്നോളജികളെയും ആളുകൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ബഡ്ജറ്റിങ്ങിന് വരെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഷെഡ്യൂളിങ്ങിന് സോഫ്റ്റ്വെയർ ഉണ്ട്. പണ്ടൊക്കെ ഇതിങ്ങനെ പേപ്പറിൽ 1 ലൈൻ ഉണ്ടാക്കാൻ സോഫ്റ്റ്വെയർ ഉണ്ട്. എല്ലാം എഴുതി ഇങ്ങനെ കൂട്ടുന്നൊരു സമയത്ത് ഇതെല്ലാം പടപടപടാന്നും പറഞ്ഞ് സോഫ്റ്റ്വെയറുകളിലേക്ക് മാറുകയും നമ്മുടെ ജോലി എളുപ്പമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പെട്ടെന്നൊരു റെഫറൻസ് എടുക്കണം, ഡിസൈൻ ചെയ്യണം. ഇപ്പം വെറുതെ ഇപ്പോൾ റോമൻ കൊളീസിയത്തിൽ ഇപ്പോൾ പൃഥ്വിരാജ് നിൽക്കുന്നത് പോലത്തെ ഒരു ഗ്ലാഡിയേറ്ററായിട്ട് രാജു നിൽക്കുന്നത് പോയിട്ട് ഒരു സാധനം ഒരു ഇമേജ് നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് മറ്റൊരാളെ കൊണ്ട് വരച്ച് തയ്യാറാക്കുന്നതിനും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് അങ്ങനെ ഒരു ഇമേജ് വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ വന്യമായ ആലോചനകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ടൂളുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മുടെ കാരണം ഇത് കാണേണ്ടത് ഇമോട്ട് ചെയ്യുന്ന ഇമോഷൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ വ്യൂവേഴ്സ്. അപ്പം നിർമ്മിത ബുദ്ധി എന്താണെങ്കിലും ആസ് ഓഫ് നൗ ഇമോഷൻലെസ് ആണ്. അത് ഇമോഷൻലെസ് ആയിരിക്കും ചെയ്യുമായിരിക്കുമല്ലോടാ, ഐ റോബോട്ട് വിപ്ലവമൊന്നും വരുമല്ലോ. അപ്പം അങ്ങനെ ഇമോഷൻലെസ് ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇമോഷനുകളെ കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന റൈറ്റേഴ്സും ആ ഏരിയകൾ റൈറ്റിങ്ങും ഡയറക്ഷനും ഒക്കെ സേഫ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇമോഷൻ ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയത് താങ്കളുടെ ഡൗട്ട് കത്തുകൾ എഴുതാൻ ChatGPT യൂസ് ചെയ്യുന്നു. എന്തിനാ മെനക്കെട്ട് കത്തെഴുതുന്നത്? അത് എഴുതുന്ന പോരെ. നമുക്ക് പ്രത്യേകിച്ചൊരു അതുകൊണ്ട് നമുക്കൊരു റിവാർഡ് കിട്ടുന്ന ജോലിയല്ലല്ലോ. അപ്പം അങ്ങനത്തെ നമ്മുടെ അതിനൊക്കെ നമ്മൾ ഇവനെ ഉപയോഗിക്കുക, തെറ്റില്ല. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കും നമ്മുടെ പ്രവർത്തന സമയം കണ്ടെത്താൻ ഈ ടൂൾസ് യൂസ് ചെയ്യും. മൊബൈൽ വന്നപ്പോൾ മൊബൈൽ നമ്പറുകൾ ഓർക്കുന്ന ശീലം പോയില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലാൻഡ് ലൈൻ നമ്പേഴ്സ് എല്ലാം ഓർമ്മയുണ്ടായിരുന്നില്ലേ? മൊബൈൽ വരുന്നതിന് മുന്നേ നമുക്ക് മൊബൈൽ വരുന്നതിന് മുന്നേ നമുക്ക് മറ്റുള്ളവരുടെ മൊബൈൽ നമ്പർ ഓർമ്മയുണ്ട്. മൊബൈൽ നമ്പർ ഇപ്പോൾ 100 ഓർത്തോണ്ടിരുന്ന എല്ലാവരും എന്തെങ്കിലും തരാനുണ്ടോ? ഇല്ലല്ലോ. അതൊരു ആവശ്യമില്ലാതെ അത് മൊബൈൽ ഓർക്കട്ടെ. അപ്പം നമുക്ക് എന്താണോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്, നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലോട്ട് നമ്മളെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യിക്കാൻ, ഇങ്ങനത്തെ അല്ലറ ചില്ലറ പണികൾ ഏൽപ്പിക്കാൻ ഉള്ളൊരു ഏരിയ ആയിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം. മനീഷ്, നമുക്ക് സമയത്തിന്റെ കുറവ് മൂലം അവസാനിപ്പിച്ചാലോ? ചന്തു വരുന്ന ഇങ്ങനെ ഒരു നോട്ടം ഞാൻ കൊള്ളൂല്ലേ, പറയണ്ടായിരുന്നോ? ഇവർക്ക് 4 പേർക്കും നമ്മുടെ ഒരു സ്നേഹസമ്മാനം നൽകുന്നതിനായി വേദിയിലേക്ക് ഡോക്ടർ ടോം ജോസഫിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഡയറക്ടർ ഓഫ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് വിത്ത് ജെയിൻ യൂണിവേഴ്സിറ്റി, ഡോക്ടർ ടോം ജോസഫ് കമ്മിങ് ബാക്ക് ഓൺ സ്റ്റേജ്. 2050 മലയാള സിനിമ എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരുപാട് വന്യമായ ചിന്തകളാണ് 3 പേരും ഇവിടെ പങ്കുവച്ചത് ഇൻ കോൺവെർസേഷൻ വിത്ത് ശ്രീ മനീഷ് നാരായൺ. എല്ലാ സംശയങ്ങളുടെയും ഉത്തരങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്, എന്ത് ടെക്നോളജി വന്നാലും വികാരങ്ങളുള്ള മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന വികാരങ്ങളുള്ള സിനിമകളായി നമ്മുടെ മലയാള സിനിമ എന്നും ഇങ്ങനെ ജീവസുറ്റു നിൽക്കും എന്നുള്ളത് തന്നെയാണ്. അഞ്ചു പേരും ഒന്ന് ഒരുമിച്ച് മുന്നോട്ട് നിൽക്കണം, നമുക്കൊരു ഫോട്ടോ എടുക്കാൻ.
ഇവർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ പറയട്ടെ, നമ്മുടെ ലൈവ് മ്യൂസിക്കൽ പെർഫോമൻസസ് in Jain University campus is commencing soon. 43 Miles, the band.